എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ ജമ്മു ആൻഡ് കാശ്മീരിലെ ഒരു അടിപൊളി ഹിൽ സ്റ്റേഷനായ സോനാമർഗിലാണ്. അപ്പോൾ നമ്മൾ സോനാമർഗ് ടൗണൊക്കെ കഴിഞ്ഞ് വന്നിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് നേരെ എങ്ങോട്ടാ? ശ്രീനഗറിന്. സോനാമർഗ് ടൗണിലേക്കുള്ള വഴിയാണ് അങ്ങ് അകലെ കാണുന്നത്. കുറച്ചപ്പുറയാണ് ടൗൺ. അതെ, സിന്ധ് നദിയാണ് ഈ ഒഴുകുന്നത്. സോനാമർഗ് ടണലാണ് ആ കാണുന്നത്. അപ്പോൾ ടണൽ കയറി പോകണമെങ്കിൽ നമുക്ക് ആ മുകളിൽ കൂടെ ആ വഴി കൂടെ പോകണം. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് ടണൽ വഴിയാണ് വന്നത്. ഇതിപ്പോൾ ടണൽ ഇറങ്ങി വന്ന വഴിയാണ്. അതെ, ഇങ്ങോട്ട് ടണലിൽ കൂടെയാണ് വന്നത്. ഇനി നമ്മൾ അങ്ങോട്ട് പോകുന്നത് പഴയ വഴി കൂടെ. ഇത് നേരെ കിടക്കുന്ന വഴി സിന്ധു നദിയുടെ തീരത്തൂടെ അങ്ങ് പോവാം. പോവാം. മഴയാ, ചെറിയ മഴയാ. കഴിഞ്ഞ ദിവസം നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ ഇവിടെ നല്ല തെളിച്ചമായിരുന്നു, നല്ല വെയിലായിരുന്നു. മഴ ആയതുകൊണ്ട് മൂടി കിടക്കുക. അതെ, ഇത് സോനാമർഗിലേക്കുള്ള പഴയ പാലം. വെൽക്കം ടു സോനാമർഗ്. മഞ്ഞൊരുകി വെള്ളം വരുന്നത് കണ്ടോ? ടണലിൽ കൂടെ വന്നാലേ ഈ പ്രകൃതി സൗന്ദര്യം ഒന്നും ആസ്വദിക്കാൻ പറ്റില്ല. ടണലിനകത്തൂടെ പെട്ടെന്ന് കയറി ഈ മലയ്ക്ക് അടിയിൽ കൂടെ അങ്ങ് പോകും. അതെ, ഈ മലയ്ക്ക് അടിയിൽ കൂടെ ടണൽ അങ്ങ് പോകും. ഞാൻ ഇന്നാൾ വന്നപ്പോഴേ ഇവിടെ മൊത്തം ഐസായിരുന്നു. റോഡ് മൊത്തം ഫുൾ ഐസ്. അന്ന് ഈ ടണൽ പണി തീർന്നിട്ടില്ലല്ലോ? ഇല്ല, തീർന്നിട്ടില്ല. പണി നടക്കുന്നേ ഉള്ളൂ. എവിടെ ടെന്റ് അടിച്ചേക്കുന്നുണ്ടോ? ഈ കാറേ വരുന്നവരോ കേട്ടോ ഇങ്ങനെ ടെന്റ് അടിക്കുന്നത്. അവിടെയൊക്കെ ടെന്റ് കൊണ്ട് വന്നിട്ട് അല്ലാതെ സൗകര്യമില്ല. കിടക്കാനൊന്നും സൗകര്യമില്ല. അതുകൊണ്ടോ മഴ കാരണം കുറച്ച് പേരതേ അവിടെ പോയി ആ മരത്തിനടിയിൽ നിൽക്കുന്നുണ്ടോ? നനയാതെ എനിക്ക് ലൈനായിട്ട് കയറി പോവാ. പിന്നെ ആള് കാണും അവിടെ, ഇടയനുണ്ടാവും. ഇങ്ങോട്ട് മഴ കുറവുണ്ട്, അങ്ങോട്ട് നല്ല മഴയായിരുന്നു. പഴയ വഴി ഏതൊക്കെയാലും ടണലും വന്നു. പഴയ വഴി നല്ലപോലെ പണിതിട്ടിട്ടുണ്ട്. ഈ വഴിയാ വന്നേ. അന്ന് ടണൽ ഇല്ലല്ലോ. അന്ന് ടണലിന്റെ പണി നടക്കുമായിരുന്നു, ഓപ്പൺ ആയിട്ടില്ലായിരുന്നു. പഴയ വഴിയായിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പം 2-3 വർഷം കൊണ്ട് തന്നെ എന്തേരം വ്യത്യാസമായി അല്ലേ? റോഡെല്ലാം ഒത്തിരി നന്നായി. സിന്ധു നദിയുടെ തീരത്തൂടെ തന്നെയാണ് നമ്മൾ പോകുന്നത് താഴേക്ക്. റോഡിന്റെ സൈഡിൽ കൂടെ തന്നെ നദിയുണ്ട്. സിന്ധു നദി ഉത്ഭവിക്കുന്നത്. ഉത്ഭവസ്ഥാനം നമ്മൾ കണ്ടല്ലോ, അങ്ങ് അകലെ കണ്ടു. ഉത്ഭവസ്ഥാനം എന്ന് പറഞ്ഞാൽ തുടക്കം കണ്ടെന്നുള്ളതേ ഉള്ളൂ കേട്ടോ. അല്ലേ കണ്ടോ? ഇവിടെയൊക്കെ നോക്കിയേ. അവിടെ വേണേ കയറാം. അവിടെ റെസ്റ്റോറന്റ് അത്. പക്ഷെ അത് അടച്ചേക്കാൻ തോന്നുന്നു. ഓപ്പൺ അല്ല. കടയുണ്ടെന്ന് ചായ കുടിക്കാൻ ഇറങ്ങിയത്, പക്ഷെ കടയില്ലല്ലോ. ഞാൻ പോയേക്കാം. മിക്കവാറും ആ കടയെ ടണൽ വന്നതിന് ശേഷം കൂട്ടിയതായിരിക്കും. എന്നാ വെച്ചാൽ ടണൽ വന്നതുകൊണ്ട് ഒത്തിരി വണ്ടി ടണലിൽ കൂടെ പോവല്ലേ. പിന്നെ ഇങ്ങനെ അറിയാവുന്നവരല്ലേ പഴയ വഴിക്ക് ഇറങ്ങി വരുള്ളൂ. അല്ലാത്തവരെല്ലാവരും ആ ടണലിൽ കൂടെ പോവുള്ളൂ. പഴയ വഴി കാണണമെന്നുള്ള ആഗ്രഹമുള്ളവർ. അതെ, അത് അവിടുന്ന് വരുമ്പോ ആ വഴി അവിടെ ബോർഡൊന്നും ഇല്ലല്ലോ, പഴയ വഴിയിൽ നിന്നൊന്നും. ഇല്ല, അതെ, അറിയാവുന്നവർ മാത്രമേ ഈ വഴിക്ക് വരുള്ളൂ. അതെ, അല്ല ലഡാക്കുമായിട്ട് വ്യത്യാസം ഉണ്ടല്ലോ. നമ്മൾ ലഡാക്കിലും കാശ്മീരും രണ്ട് വ്യത്യസ്തമായ ഭൂപ്രകൃതി തന്നെയാണ്. അതിനകത്ത് ഒരു സംശയമില്ല. ലഡാക്കിന്റെ വേറൊരു ഭംഗി, ഇത് വേറൊരു ഭംഗി. ഒരു കല്ല് ഉരുണ്ട് വന്ന് കിടക്കുന്നുണ്ടോ? ഓ, ആ സൈഡിലും കണ്ടിരുന്നാന്ന് തോന്നുന്നു. വെൽക്കം ടു സോനാമർഗ് ടണൽ. ടണലിന്റെ അതിന്റെ ഒരു ഇടഭാഗമായിരിക്കും ഇത്. അല്ലല്ല, അവിടെ ഒന്നും ആയിട്ടൊന്നുമില്ല. ഈ മലയുടെ അടിയിൽ കൂടെ ടണൽ പോകുന്നത്. ടണൽ ഇച്ചിരി ദൂരം ഉണ്ടല്ലോ അത്. അങ്ങനെയുള്ള വല്ലതും അവിടെ വല്ലതും ഉണ്ടാവും. അല്ലെങ്കിൽ ഇതിന് ഇടയ്ക്ക് ഓരോ പോയിന്റ് ഉണ്ട്. നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ കണ്ടില്ലേ അവിടെ പണിയുന്നേ എന്ന് പറഞ്ഞ പോലെ എന്തെങ്കിലും ഉള്ള സ്ഥലങ്ങളായിരിക്കും അത്. ഇതൊക്കെ റിസോർട്ടാ. ഇതെല്ലാം ടെന്റ് ഹൗസാ. ഇതുവാ നദിയുടെ തീരത്ത് തന്നെയാണ്. സിന്ധു നദിയുടെ തീരത്ത് തന്നെ. അതില് നല്ല വെള്ളമായി നോക്കിയേ. എന്നാ വലിയ മലയാന്ന് നോക്കിയത് ബാക്കിലേക്ക്. പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോഴേ ഈ കമ്പ്യൂട്ടർ ക്ലാസ്സിന് പോകുമല്ലോ. അപ്പൊ കമ്പ്യൂട്ടർ മൊത്തം ഈ ഓരോ മലയുടെ ഒക്കെ പടം കാണും ഈ സ്ക്രീനില്. അപ്പൊ ഞാൻ എപ്പോഴും അറിയിക്കും ഇതൊക്കെ ഉള്ളതാണോ അല്ലാത്തതാണോ എന്നൊക്കെ. പിന്നെ നമ്മൾ ഇങ്ങോട്ടൊക്കെ വരുന്നത് ലഡാക്കും കാശ്മീരൊക്കെ വരുന്നത്. അപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ഇവിടുത്തെ ഓരോ സ്ഥലങ്ങളാണ്. അതാണ് വരച്ചു വെച്ചേക്കുന്നത്. അതുവരെ അതായാലും വരച്ചു വെച്ചാന്നോർത്തിരിക്കുകയായിരുന്നു അല്ലേ? അതൊരു നമ്മള് പെയിന്റിംഗ് എന്ന് കരുതണേ. അത് കഴിഞ്ഞിട്ട് നമുക്ക് വരുന്നത് തരക്കാത്തത് കണ്ടു കഴിഞ്ഞപ്പോഴും നമുക്ക് മനസ്സിലാകുന്നത്. ഇത്രയും വലിയ മലയാ. ഈ മലക്കടിയിൽ കൂടെയാ ടണൽ പോകുന്നത്, സോനാമർഗ് ടണൽ. മഞ്ഞുകാലത്ത് പൂർണ്ണമായിട്ടും അടച്ചിടുന്ന വഴിയാണ് ഇത്.
പക്ഷേ ഇപ്പം ടണൽ വന്നതുകൊണ്ട് സോനാമാർഗ് വരെ ഇപ്പം ഏത് സമയത്തും വരാം. ഇനി സോജില ടണലും കൂടെ വന്നാൽ ലേ വരെ നമുക്ക് ഏത് സമയം എപ്പോൾ വേണമെങ്കിലും യാത്ര ചെയ്യാം. അപ്പൊ നമ്മൾ ഗന്ദർബാൾ ഡിസ്ട്രിക്റ്റിൽ കയറി. ഗണ്ടർബാൾ അങ്ങ് മുകളിൽ കൂടെ ഒരു വഴിയുണ്ടോ? അതാ നമ്മൾ ടണലിൽ കൂടെ കയറിയ ആ വഴിയാ അത്. അതാ ടണലിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് അതാ എൻട്രൻസ്. താങ്ക്സ് ഫോർ യുവർ വിസിറ്റ് ടു സോനാമാർഗ്. അപ്പം നമ്മൾ വീണ്ടും താഴേക്ക് ഇറങ്ങി. തേനീച്ചപ്പെട്ടി ഉണ്ടോ? എന്തൊരു തേനീച്ച പറഞ്ഞ് നടക്കുന്നത്. അവർ തേൻ എടുക്കുന്നുണ്ട് കേട്ടോ. ഇറങ്ങിക്കൊണ്ടിരിക്കുക. നമ്മൾ കയറിയ മലകളെല്ലാം തിരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് അതാ അങ്ങോട്ട് കയറിപ്പോയ വഴി അതാ മുകളിൽ കാണുന്നത്. ടണലിലേക്ക് കയറാൻ കുറേ ദൂരം പോയില്ലേ നമ്മളിങ്ങനെ. അതാ ഇവിടെ എല്ലാം ചോളം കൃഷി ചെയ്തിട്ടുണ്ട് ഇഷ്ടം പോലെ. കൂടുതലും ചോളാന്ന് തോന്നല്ലേ ഇങ്ങോട്ട്. ചോളവും നെല്ലും. ഇവിടെ ഉള്ളൊരു കൂടുതലും ചോറല്ലേ കഴിക്കുന്നത്. കുറച്ച് ഡീസൽ അടിച്ചോണ്ട് പോവാ അല്ലേ? അതെ, ഇത് ഏത് പമ്പാന്ന് അറിയത്തില്ലല്ലോ. അതെ, പഴയ പമ്പാന്ന്. അത് പുതിയതാണോ? അത്ര പഴയതും അല്ല. എന്നാലും ഇവിടെ ഡീസലിന് 96 രൂപ 88 പൈസ. പക്ഷേ ലഡാക്കിൽ നിന്ന് ഡീസൽ അടിച്ചാൽ മതിയായിരുന്നു. അവിടെ വിലക്കുറവായിരുന്നു. അവിടെ 91 ചില്ലറേ ഉള്ളായിരുന്നു. പക്ഷേ ഈ ഡീസൽ പോകുന്നത് ഇവിടെ നിന്നാണ് താനും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ടാക്സിൻ്റെ വ്യത്യാസമായി വിലക്കുറവ്. ഈ പമ്പിലൊക്കെ ടണൽ വന്നു കഴിഞ്ഞപ്പോഴത്തേനും കച്ചവടം കുറഞ്ഞു. ഞാൻ ആ പുള്ളിയോട് ചോദിച്ചു. അപ്പോൾ ഇതിലെ വണ്ടികൾ വളരെ കുറവാണ് വരുന്നത്. കണ്ടോ, അതൊക്കെ റിസോർട്ടുകളായിരുന്നു. പക്ഷേ ഇവിടേക്ക് ആൾക്കാർ കുറവാണ്. ഇതുണ്ടോ, ഇതൊക്കെ റിസോർട്ടാണ്. പക്ഷേ പീക്ക് സീസണിലൊക്കെ ഫുൾ ആയിരിക്കും എല്ലായിടത്തും. ഉണ്ടാവുമായിരിക്കും. ഇപ്പം അത്ര തിരക്കുള്ള സമയം അല്ലല്ലോ. പക്ഷെ മഴ മുകളിലേ ഉള്ളായിരുന്നു കേട്ടോ. അന്നേരം മഴയായിരുന്നു. ഇങ്ങോട്ട് മഴയൊന്നും ചാറി പോലും ഇല്ല. ഇവിടെ എല്ലാം റിസോർട്ടുകൾ ഒത്തിരി ഉണ്ട് കേട്ടോ. റിസോർട്ടും ഹോം സ്റ്റേ ഒക്കെ ഇഷ്ടംപോലെ ഉണ്ട്. ഇതെല്ലാം വീടുകളാണ്. ഇതൊരു ചെറിയൊരു ഗ്രാമമാണ്. എടാ പൊന്നൂനെ, നദിയുടെ തീരത്തിരുന്ന് ചായ കുടിക്കണമെന്ന് ഏതെങ്കിലും കടയുണ്ടോ നിർത്തണം കേട്ടോ നോക്കിയിട്ട്. ആയിക്കോട്ടെ. അതേപോലെ വേറൊരു കാര്യം കൂടെ പറഞ്ഞായിരുന്നു. കടുങ്കാപ്പി ഇനി വെക്കരുതെന്ന്. അതെ പൊന്നു, കടുങ്കാപ്പി കുടിച്ചാൽ കറുത്തു പോകുന്നത് ഞങ്ങള് ചുമ്മാ പറഞ്ഞ. താനത് വിശ്വസിച്ചോ? ഞാനൊന്നും വിശ്വസിച്ചൊന്നുമില്ല. ഞാൻ അങ്ങനെ പൊതുവെ കടുകാപ്പി കുടിക്കാറില്ല. പിന്നെ നമ്മളൊരു തണുപ്പത്തൊക്കെ ഇട്ട് നല്ലൊരു ചായയോ കാപ്പിയോ ഒക്കെ ഇട്ടുവാണെങ്കിൽ അത് വേറൊരു രസമല്ലേ. ടൈം ടീ ആണേലും മതി. നിങ്ങൾ കടുങ്കാപ്പി വന്നിട്ട് എന്നാ പിന്നെ ചായ അത് അവിടെ നിർത്തി ആ നദിയുടെ തീരത്തിരുന്ന് കുടിക്കായിരുന്നല്ലോ. ചായ വെച്ച് തരായിരുന്നല്ലോ. കടുംചായ അല്ലേ? വേണ്ട, എനിക്കിപ്പോ പാൽ ചായ കുടിക്കാൻ തോന്നുന്നേ. ആ പാൽ ചായ തന്നെ മേടിച്ചു തരാം. നോക്കട്ടെ. ഇതോട്ടെ, ഈ കല്ല് മൊത്തം നെറ്റിട്ട് നിർത്തിയേക്കാണല്ലോ. ചുമ്മാ അടിക്കേക്കുക. ചുമ്മാ അടിക്കിട്ട് നെറ്റ് ഇട്ടിട്ടേ ഉള്ളൂ. മോള് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് മണ്ടവശം. ഇത് കണ്ടോ, ടണലിന് അങ്ങോട്ട് തിരിഞ്ഞ് അവിടെ നേരെ നമ്മൾ കയറിപ്പോയെ. ശരിയാ, അവിടെ വന്ന് കയറി. ഇല്ല, നേരെ കയറിയാൽ ടണലാ. നേരെ എന്ന് പറഞ്ഞാൽ നേരെ മുന്നോട്ടല്ല, റൈറ്റിലെ വലത്തേക്ക് തിരിഞ്ഞു പോകണം. ഈ സ്ഥലപ്പേരാണ് കുള്ളൻ. കുള്ളെന്നും കുല്ലെന്നും ഒക്കെ പറയാം. ഇവിടുത്തെ പ്രൈവറ്റ് ബസ്സുകളാണ് ഇതെല്ലാം. വലിയൊരു ഗ്രൗണ്ടാണല്ലോ. ഫുട്ബോൾ കളിക്കാറുണ്ട് ഇഷ്ടംപോലെ. കൊച്ചു പിള്ളേരും ഉണ്ട് കേട്ടോ. അവിടെ ചെറിയൊരു ലേക്കും ഉണ്ട്. ഇതല്ലേ നദി അടുത്തെത്തി. തമിഴ്നാട്ടിൽ നിന്ന് ചൂലുമായിട്ട് വന്ന് നമ്മൾ ശ്രീനഗറിൽ ലോഡിറക്കി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചുമ്മാ ലഡാക്ക് കാണാൻ പോയി. ഒട്ടും പ്ലാൻ അല്ലായിരുന്നു ഒന്നും. അങ്ങനെ ദ്രാസ് വരെ പോയിട്ട് സോനാമാർഗ് വരെ പോവാന്നായിരുന്നു ആദ്യം പ്ലാൻ ചെയ്തത്. അവിടെ ചെന്നപ്പോ പിന്നെ എന്നാ കുറച്ചു ലഡാക്കിലൂടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് വരാന്ന് കരുതി. അങ്ങനെ നമ്മൾ ദ്രാസ് വരെ പോയി. അവിടെ കൊണ്ട് എന്തോ ഭാഗ്യത്തിന് എല്ലാവരും കൂടെ മനസ്സ് പിടിച്ചു നിർത്തി തിരിച്ചു പോരാനായിട്ട്. അല്ലെങ്കിൽ കുറച്ചുകൂടെ അങ്ങ് പോയേനെ. അതെ, അവിടെ നിന്നൊക്കെയാലും തിരിച്ച് നമ്മളിപ്പോൾ ശ്രീനഗറിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ആർമിക്ക് കൊണ്ടുപോകുന്ന വണ്ടിയാണ്. ടാറ്റയുടെ വണ്ടിയാണ്. ജനറേറ്ററാണെന്ന് തോന്നുന്നു അതിൻ്റെ പുറകിൽ. പുതിയ വണ്ടികൾ അങ്ങോട്ട് പോന്നു, പഴയ വണ്ടികൾ കണ്ടം ചെയ്യാൻ തിരിച്ചു കൊണ്ടിരുന്നു. അതെ, പാറയൊക്കെ ഇങ്ങോട്ട് വഴിയിലേക്ക് തള്ളിയാണ് നിൽക്കുന്നത്. കുറച്ചുകൂടെ പൊട്ടിച്ച് കളയായിരുന്നു അല്ലേ? ഇവിടെ വലിയ പ്രശ്നമുള്ളതല്ലോ. പൊട്ടിച്ച വല്ലതും മോളിൽ നിന്ന് ഇടിഞ്ഞു പോരുമെന്ന് അറിയത്തില്ലല്ലോ. ഇതന്നെ ബ്ലോക്കാണോ? ഒരു താഴോട്ട് നോക്കിയേ. ഫുള്ള് ചോളം കൃഷി മൊത്തം. ഇതൊരു ഗ്രാമമാണ്. നദിയുടെ തീരത്ത്. വെള്ളത്തിന് പിന്നെ ഒരു പഞ്ഞമില്ല. ബ്ലോക്കിന് കാരണം വേറൊന്നുമല്ല, കുറച്ചുപേര് വീട്ടിൽ പോകുന്നതിന്റെ ബ്ലോക്കാ. ആട് പോകുന്നതല്ലേ? റോഡ് നിറഞ്ഞു പോവാ. അതാണ് ബ്ലോക്ക്. ഈ പശു കണ്ടോ? ഈ പശുവിനും കണ്ടോ രോമം കൂടുതലുണ്ട്. കൊമ്പ് കണ്ടോ? ഇതുണ്ടോ അതിന്റെ വാലയിലൊക്കെ രോമം കണ്ടോ? യാക്കിനെ പോലെ ഇരിക്കുന്നല്ലേ? യാക്കല്ല, പശു തന്നെയാ അത്. കൂട്ടത്തിൽ നിന്ന് ഒരാളെ കൂട്ടം തെറ്റി പോയതാ. ആളെ പിടിച്ചോണ്ട് വരിക. ശാല ഉഴപ്പനാന്ന് തോന്നുന്നു. അതെ, ഉഴപ്പനല്ല കേട്ടോ, ഉഴപ്പിയാ. കുറച്ച് കുസൃതി കൂടുതലാന്ന് തോന്നുന്നു. ഇതുണ്ടോ CRPFന്റെ എത്ര വണ്ടിയാന്ന് നോക്കിയേ. CRPFന്റെ ആണോ ഇതെല്ലാം? ഇതുണ്ട്, പെർമിറ്റ് വണ്ടിയാണല്ലോ. അതെ, അതെ ഇതല്ലേ അത്. ഈ പോയതല്ല, അതെ പെർമിറ്റ് വണ്ടിയാ. ഇത് പ്രൈവറ്റാ. ഇത് UP രജിസ്ട്രേഷനാ. അത് കാശ്മീർ രജിസ്ട്രേഷനാ. ജനാലിനും കുറേ നേരം എടുക്കുമെന്ന് തോന്നുന്നു കേട്ടോ.
ഇവരുടെ വീടെത്താറ് ബ്ലോക്ക് കുറയല. വണ്ടി വരുന്നില്ല. ഇതുണ്ട്, ഓപ്പോസിറ്റ് വണ്ടി ഇല്ലെങ്കിൽ വണ്ടികൾ അങ്ങ് കയറിപ്പോവും. ഇത് ചെമ്മരിയാടല്ല കേട്ടോ, മറ്റേ ടൈപ്പ് ആടാ, വേറെ ഇനമാ. ആ പട്ടിയുണ്ട് ഇവരുടെ കൂടെ, ഓരോ പട്ടിയുണ്ട്. ഇതുണ്ട്, 2 പേരുണ്ട്. എന്റെ ഇടയ്ക്ക് ഒരു ബൈക്കാരൻ നിൽക്കുന്നുണ്ട്. ബൈക്കുകാരനെ കൂടെ തട്ടിക്കൊണ്ട് പോകുമെന്ന് തോന്നുന്നു. ഓ ഇതുണ്ടോ, ഒരു സുമോയുടെ മുകളിൽ നോക്കിയേ എന്ത് ലോഡാന്ന്. ട്രിപ്പ് വെക്കുന്ന വണ്ടിയാ കേട്ടോ. ഈ മസ്ജിദ് കണ്ടോ, വലിയൊരു മസ്ജിദാണ്, നല്ല രസമുണ്ട്. ഇത് മറ്റേ ഗുണ്ടെന്ന് പറഞ്ഞ സ്ഥലമാണ്, ഗുണ്ട്. ഗന്ദർബാൽ ഡിസ്ട്രിക്റ്റിലെ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത് ചോളവും ചോറുവാ. ചോറല്ല, അരി, നെല്ല്. നെല്ല്. അത് തന്നെയല്ല, ആപ്പിളും കാണും. ആപ്പിളുണ്ട്, ആപ്പിളിന്റെ എല്ലായിടത്തും ഉണ്ടല്ലോ ഇവിടെ. കണ്ടോ ഇവിടെ ഈ നെല്ല് കൃഷി ചെയ്തേക്കുന്നുണ്ടോ, തട്ടായിട്ട്. അതന്നല്ല, ഇവിടെ അത്ര കണ്ടൊന്നുമല്ല, കരനെല്ലെന്ന് പറയുന്ന ഇതായിരിക്കും. അതിന്റെ സൈഡിൽ ചോളം ഉണ്ടായിരുന്നു. ഇതല്ല, ഇവിടെയും ചോളമാണ് നിൽക്കുന്നത്. യു ആർ ഹിയർ അറ്റ് പാരഡൈസ് ഓൺ എർത്ത്. അപ്പോൾ നമ്മളിപ്പം ഭൂമിയിലെ സ്വർഗത്തിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഭൂമിയിലെ സ്വർഗത്തിലാണ്. സ്വർഗത്തിൽ കൂടെ വാഹനം ഓടിക്കാനുള്ള അവസരം കിട്ടിയല്ലോ. ആ അത്ര നല്ല സ്ഥലങ്ങളാണെന്നാണ് ഉദ്ദേശിച്ചേക്കുന്നത്. കാശ്മീരിന് അങ്ങനെ ഒരു പേരുണ്ട്. അത് ശരിയാണല്ലോ. ശരിയാ. ഇതുണ്ടോ, പൈപ്പിൽ അത് വെള്ളം വരുന്നത്. ഇവിടെ ഒരു ജലവൈദ്യുത പദ്ധതി ഉണ്ട്. അതുണ്ടോ, നമ്മളാ കുമളിയിൽ നിന്ന് താഴത്തിറങ്ങി പോകുമ്പോൾ കാണുന്ന പോലെ ഒറ്റ പൈപ്പേ ഉള്ളൂ. ഇത് NH1 കങ്കൺ 17 കിലോമീറ്റർ. ഇതുണ്ടോ, നദിയുടെ പാരലായിട്ട് തന്നെ ഒരു ഇതുണ്ട്, ടണലും പോട്ടെ, ഇത് കനാൽ. അവിടെ എല്ലാം വീടുകളും, അവിടെ എല്ലാം അതിനിടയ്ക്ക് ഒരു ശകലം സ്ഥലം ഉണ്ടായി അവർ കൃഷി ചെയ്യുകയും ചെയ്യും. എല്ലായിടത്തും കൃഷിയുണ്ട്. ഇതുണ്ട്, അതൊരു നദിയായിരുന്നു. പക്ഷേ മഞ്ഞെല്ലാം ഉരുകി തീർന്നുകൊണ്ട് ആ നദിയിൽ വെള്ളമില്ല, കല്ല് മാത്രമേ ഉള്ളൂ. ഈ വണ്ടി ഇത് നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ കണ്ട വണ്ടി ആക്സിഡന്റ് ആയത് കൊണ്ടുപോകാനായിട്ടാ, ട്രെയിലറെ കയറ്റാനായിട്ടാ. അത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാ. അത് ഗ്രൈനിട്ട് പിടിച്ച് പിന്നെ ബാക്കിയും കൂടെ തീർത്തല്ലോ. അത് നേരെ അങ്ങോട്ട് പോയപ്പോൾ ഇത്രയും അതിന് ഡാമേജ് ഇല്ലായിരുന്നെന്ന് തോന്നുന്നു. അങ്ങനെ ഇന്നാള് ഈ വണ്ടി എവിടെ മറിഞ്ഞെന്ന് പറഞ്ഞാലും ക്രെയിൻകാർ വന്ന് നല്ല പണി അറിയാവുന്നവരാണെങ്കിൽ വണ്ടിക്ക് വലിയ ഡാമേജ് ഇല്ലാതെ എടുക്കും. അതെ, അല്ലെങ്കിൽ വണ്ടി ഒരു പരുവാക്കി കളയും. അവർക്ക് ഇപ്പൊ ഇത് അവിടുന്ന് കയറ്റി വെച്ച അവരുടെ പണി കഴിഞ്ഞു, അവരുടെ പണി തീർത്ത് പോകാന്നുള്ളൂ. അത്രേ ഉള്ളൂ. അത് ചിലരെന്നാ നല്ലപോലെ പണി അറിയാവുന്നവർ നല്ലപോലെ കുഴപ്പമില്ലാത്ത പോലെ എടുക്കും, വണ്ടിക്കൊന്നും പറ്റാതെ നോക്കിയെടുക്കും. ഞാനിത് പറയാൻ കാരണം എന്നാന്ന് വെച്ചാൽ, പണ്ട് 2004 ഒരു വണ്ടി ഇതുപോലെ മറിഞ്ഞിട്ട് ലോഡും പുറത്ത്, ഞാൻ ആ പുള്ളിയോട് ആകുന്ന പറഞ്ഞ ഇത് ലോഡ് ഇറക്കിയിട്ട് പിടിച്ചാൽ മതി എന്ന്. നമുക്കും വലിയ എക്സ്പീരിയൻസ് ഒന്നുമില്ല. ഒരു ക്രെയിൻകാരൻ വന്നു കഴിഞ്ഞ് ആ ലോഡ് കൂട്ടി ഒരൊറ്റ പിടുത്തം പിടിച്ചു, സൈഡ് ബോഡി എല്ലാം കൂടെ പറഞ്ഞ്. പിന്നെ അത് കഴിഞ്ഞ് എന്നിട്ട് പിന്നെ അങ്ങനെ നൂറുന്നില്ല വണ്ടി, ബോഡി എല്ലാം പോയി. എന്നിട്ട് പിന്നെ ലോഡ് ഇറക്കി വെച്ച് പിന്നെ വണ്ടി നൂറുക്കുക ചെയ്തേ. ബോഡി പണിയാനുള്ള പൈസ തരണമെന്ന് പറയാൻ പറ്റില്ല ക്രെയിൻകാരനോട്. പിന്നെ തരും ഇപ്പം. അങ്ങനെയുള്ളിടത്തൊക്കെ 5000 രൂപയുടെ വർക്കുണ്ടെങ്കിൽ 50,000 രൂപ മേടിക്കുന്നത്. അന്നേരം ഇനി ബോഡി പണിയാനുള്ള പൈസ ഇങ്ങോട്ട് തരുന്നേ. നല്ല കഥയായി അല്ലേ. അതെ. ഇന്ന് നമ്മൾ ശ്രീനഗറിലെ നമ്മുടെ അന്തിയുറങ്ങും അസ്തമയം. സൂര്യനതേ അവിടെ ചായാൻ തുടങ്ങുന്നു. അല്ല, വൈകിട്ട് ശ്രീനഗറിലല്ലേ നമ്മൾ സ്റ്റേ ചെയ്യുന്നേ, അതാ ഉദ്ദേശിച്ചേ. അതെ. അതിന് നമ്മള് അങ്ങോട്ട് ചെന്നിട്ട് ശ്രീനഗറിന്റെ പ്രാന്തപ്രദേശങ്ങളിൽ എവിടെയെങ്കിലും വണ്ടി ഒതുക്കും. കണ്ടോ ഈ ബിൽഡിംഗ് ഒക്കെ കണ്ടോ, മഞ്ഞ് വീണാൽ ഊർന്നിങ്ങ് പോരണം. അതുപോലെയാണ് ഇതിന്റെ പണി. എന്നാണേലും സിന്ധു നദിയുടെ തീരത്ത് വെച്ച് ഒരു ചായ വെച്ചേക്കാന്ന് വെച്ചു. അതെ. ഇതിപ്പോ പണി ഞാൻ എടുക്കണമല്ലോ. ഞാൻ കരുതി ഞാൻ അവിടെ ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ കൊച്ചച്ച കയ്യിലൊരു ചായ ഇങ്ങനെ കൊണ്ടുത്തരുന്നതാണ്. പുഴയുടെ തീരത്തിരുന്ന ഒരു ചായ വെച്ച് കുടിക്കുന്നതിന്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് വളരെ വലുതാണ്. അതെ, കൊച്ച ചായ വെക്കും. കൊച്ചയുടെ ചായ കുടിച്ചിട്ട് കൊറേ ആയി. അതല്ലേ ഞാൻ ചായ വെക്കും. എന്നാ അച്ഛൻ ചായ വെക്കട്ടെ. എല്ലാ സാധനവും എടുത്ത് ഇറങ്ങി. സ്പൂൺ എടുക്കാൻ മറന്നുപോയി, ഗ്ലാസും എടുത്തില്ല. ഗ്ലാസ് എടുത്തില്ല, അതെടുക്കാൻ പറഞ്ഞിട്ടിട്ടുണ്ട്. കത്തിയാ? പിന്നെ കത്തിയില്ലേ? കത്തി കാറ്റില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. കാറ്റുണ്ടായി പരിപാടി നടക്കില്ല. ചായക്ക് അങ്ങനെ അടുപ്പം വേണോ? മീഡിയം. എല്ലാം മീഡിയം, മധുരവും മീഡിയം. എല്ലാം മീഡിയം. നോക്കട്ടെ, ചൂടാവുന്നേ ഉള്ളൂ. നല്ല തണുപ്പായി കേട്ടോ. ഇന്നലത്തെ അത്ര തണുപ്പൊന്നുമില്ല. ഇന്നലത്തെ അത്ര ഇല്ല. അതുകൊണ്ടോ ഒരാൾ ചൂണ്ടയിടുന്നേ. ചെറിയ ഗ്രാമം അപ്പറേ. ചായയൊക്കെ വെച്ചിട്ട് ഒത്തിരി നാളായി. അതുകൊണ്ട് എന്തേലും കുറവൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണം. സഹിച്ച് കുടിച്ചോണം. അതേ എനിക്ക് പറയാനുള്ളൂ. രണ്ടുപേരും. അപ്പോൾ അതെ, നല്ല അടിപൊളി ചായ റെഡി ആയിട്ടുണ്ട്. അടിപൊളിയാണോ അല്ലെന്നൊക്കെ ഞാൻ കുടിച്ചു നോക്കിയിട്ട് അറിയാം. ഒരാ ചായ അടിച്ചേക്കാം. ഒത്തിരി അടിച്ചാൽ തണുത്ത് പോവും. ഗ്ലാസ് എടുത്തോ.
പണ്ട് കട ചായ അടിച്ചോണ്ടിരുന്ന ആളാ. ആദ്യം മെയിൻ ഡ്രൈവർക്ക് കൊടുക്കാം. അഭിപ്രായം അങ്ങ് വരുന്നില്ല. കൊഴപ്പില്ല. എന്നാ കുഴപ്പമില്ല, ഒരു എന്തോ കുഴപ്പമുണ്ടല്ലോ ആ പറച്ചില്ലേ. കൊഴപ്പൊന്നുമില്ല, നല്ല ചായ. നല്ല എന്നാ കുഴപ്പം, മധുരമൊക്കെ കറക്റ്റ് അല്ലേ? ചായക്ക് കുഴപ്പമുണ്ടോന്നല്ല, കടുപ്പം വേണേ കുറച്ചുകൂടെ ആവാം അല്ലേ? അത് ശരി, ഇത് എനിക്ക് കടുപ്പം മതി. അല്ല കുറച്ചുകൂടെ ആവാം. ഞാനത് പറയട്ടെ എന്ന് പറഞ്ഞു. അന്നേരം ചേട്ടായിക്ക് എത്രയും കടുപ്പ ഇഷ്ടപ്പെടുകയില്ല. എന്നിട്ട് പറയും നിനക്ക് ഭയങ്കര കടുപ്പം ഇങ്ങോട്ടേ കടിക്കും. കടുങ്കാപ്പിയൊക്കെ എന്നാ കടുപ്പത്തിൽ കുടിക്കുന്നതെന്ന്. എനിക്കത്ര കടുപ്പം വേണ്ട, അതിനോട് കണക്കിനുള്ള ചായ ഉണ്ടാക്കി. എനിക്കൊരു സ്വല്പം കടുപ്പം കൂടെ വേണോ? കുറച്ചുകൂടെ. വേറെ കുഴപ്പമൊന്നുമില്ല. അടുത്ത പ്രാവശ്യം. അതെ, ഇനിയും വെക്കാലോ. അപ്പം ചായ കൂടിയൊക്കെ കഴിഞ്ഞു. പിന്നെ ഗ്ലാസും പാത്രമൊക്കെ കഴുകിയിട്ട് പോയേക്കാം. മെയിൻ ഡ്രൈവർ പകുതി സാധനം എടുത്തോണ്ട് കയറിപ്പോയി. അതെല്ലാം പെറുക്കി കൊണ്ടുവന്ന് വെച്ച് ഉണ്ടാക്കാനാ പാട്. വണ്ടിയിലാണ് അന്നേരം അതേലോട്ട് വെച്ചാ പോരെ. അതാ മടി. പിന്നെ ഇവിടെ നദിയുടെ തീരത്തായതുകൊണ്ട് വെള്ളത്തിലും കഴിയാൻ മതി, എളുപ്പമുണ്ട്. അതെ. തണുപ്പല്ലേ? എങ്ങനെയുണ്ട്? വലിയ തണുപ്പില്ല ഇല്ലേ? അപ്പൊ ചേട്ടൻ നമ്മുടെ ഫാമിലി മെമ്പറാ. നമ്മളിവിടെ കണ്ടുകൊണ്ട് ആപ്പിളൊക്കെ കൊണ്ട് തന്നു. आपका नाम? नाशिर. नाशिर 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 अहमद. नाशिर अहमद. इधर ही रहते हो क्या? हम यहीं पे रहते हैं. होटल भी यहाँ पे हमारे सामने. होटल होटल भी हमारे. थैंक यू सो मच. मैंने आपको पिछली बार ही देख लिया था, तो मतलब दिल खुश हुआ था उस टाइम. मतलब मैं सोच रहा था कि आप लोगों को मैंने कहीं देखा है, तो उसके बाद फिर मुझे याद आया, तो आप लोगों को मैंने यूट्यूब, इंस्टा पे भी देखा और यूट्यूब पे भी देखा. तो इसके वजह से मैं अभी यहाँ पे आया आपसे मिलने के लिए. तो बहुत खुशी हुई आपसे मिलके. താങ്ക് യു. അപ്പോൾ ഇന്നത്തെ ദിവസം തീർന്നു. ഓർഡർ ഇറക്കിയിട്ട് കുറേ ദിവസമായി. തിരിച്ച് നാട്ടിലൊന്നും പോകണ്ടേ? പിന്നെ പോകണ്ടേ, എത്രയും പെട്ടെന്ന് തിരിച്ചു പോകണം. ഇവിടെ ശരിക്കും ഇവിടുന്ന് ലോഡ് കിട്ടാൻ സാധ്യത കുറവാണ്. എന്ന് പറഞ്ഞാൽ ഈ വർഷത്തെ ആപ്പിളൊന്നും ആയിട്ടില്ല. പിന്നെ കുറേശ്ശെയൊക്കെ ഓരോ സൈഡിൽ ചെറുതായിട്ടൊക്കെ ആയി വന്നിട്ടുണ്ട്. നോക്കാം. പിന്നെ ഞാനൊരാളെ വിളിച്ചു ചോദിച്ചേ, ആപ്പിൾ കയറ്റി വിടുന്ന ഒരാളാ. പുള്ളി പറഞ്ഞ എന്നാന്നറിയോ, ഇവിടെ ഇപ്പൊ എന്നും ആപ്പിളുണ്ട് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ സീസണിലെ ഇപ്പോഴും സ്റ്റോറിലുണ്ട്. അത് പോയി തീർന്നിട്ടില്ല, സ്റ്റോറിൽ നിന്ന് വിടുന്നുണ്ട്. പക്ഷെ അത് നമ്മളെ പോലുള്ള ഈ വണ്ടിയിൽ വിടുകയല്ല, ഇവിടുത്തെ വണ്ടിയിൽ വിടുകയല്ല. എന്ന് വെച്ചാൽ അത് ചെറിയ ബോക്സാ, അപ്പോൾ ബോക്സ് ഡാമേജ് ആവും. ഹൈറ്റ് ഉള്ള ബോഡി ഇല്ലേ, അതിനെ കയറ്റി വിടുന്നുള്ളെന്ന് പറഞ്ഞു. ഇത് കങ്കൻ എന്ന് പറഞ്ഞ ടൗണെല്ലാം അടച്ചെന്ന് തോന്നുന്നല്ലോ. കടകളൊക്കെ നേരത്തെ അടച്ചു. അപ്പൊ നമ്മുടെ പ്ലാൻ എന്താ? നമ്മുടെ പ്ലാന് ഇനി മുന്നോട്ട് ചെന്നിട്ട് ഒരു പാർട്ടി ഒന്ന് വിളിച്ച് ചോദിക്കണം, ഇവിടുന്ന് ലോഡ് വല്ലതും ഉണ്ടോയെന്ന് നോക്കിയിട്ട് ബാക്കി തീരുമാനിക്കാം. ഇല്ലെങ്കിൽ പിന്നെ കാലി പോയി പഞ്ചാബിൽ നിന്ന് ലോഡ് കയറ്റണം. ഷിംലയിൽ ആപ്പിൾ സീസൺ കഴിഞ്ഞ് കാണുമോ? ഇല്ലല്ല, ഷിംലയിൽ ഇപ്പം നല്ല സീസൺ ടൈമാ. അതെ അല്ലേ? അല്ലെങ്കിൽ പിന്നെ ഷിംല വരെ പോയിട്ട് അവിടുന്ന് കയറ്റണം. എന്നാ പിന്നെ ഷിംല ഇവിടെ ഇല്ലെങ്കിൽ ഷിംലയിൽ നിന്ന് കയറ്റാം. ആപ്പിൾ തന്നെ കയറ്റണം. അങ്ങനെ നിർബന്ധമില്ല. ഏതായാലും അവിടുത്തെ പാലം പോയതാന്ന് തോന്നുന്നല്ലേ. അത് ഒരു പാലം പണിതിട്ടുണ്ടല്ലോ, ബെയിലിപ്പാലമാണോ? ബെയിലിപ്പാലോ അതേ കൂടെ വണ്ടി പോകുന്നില്ല ഇപ്പൊ. എന്നിട്ട് അത് താൽക്കാലികമായിട്ട് പാലം പോയപ്പം നിർമ്മിച്ചതാണ് ആണെന്ന് തോന്നുന്നല്ലേ. അത് കഴിഞ്ഞപ്പോൾ ഇവിടെ വേറെ പണിത് കഴിഞ്ഞപ്പം ഇതിലേ ആക്കി. അപ്പോൾ ഇത് നമ്മൾ ഝലം നദിയാണ് ക്രോസ് ചെയ്യുന്നത്. ഇവിടെ വലിയൊരു പാലം അഭിപ്രായമാണ് ഇത് വരുന്നുണ്ട്. രാത്രിയായിട്ട് നദിയിൽ വെള്ളവും നദിയും കാണത്തില്ല. വെള്ളമുണ്ട്. വെള്ളം ഒരു വിധമുണ്ട്. ഇതുണ്ടോ, ഇവിടെ ഒരു ടോളുണ്ട്. അതിനകത്തില്ല, മുനിസിപ്പാലിറ്റിയുടെ ആയിരിക്കും, മറ്റേ പഞ്ചായത്തിന്റെ. അതെ, 100 രൂപ ഉണ്ടോ. വലിയൊരു ഫ്ലൈ ഓവർ വരുന്നുണ്ട്, എലിവേറ്റഡ് ഹൈവേ വരുന്നുണ്ട്. ഇവിടെ നമ്മുടെ ഒരു സുഹൃത്തുണ്ട്. हीरा भाई 2017 में आया था ना ये कोटयम के लिए ഏറ്റുമാനൂർ? मैं 2017 में 17 में. ഫസ്റ്റ് 2017 നമ്മൾ ഒരു ലോഡും കൊണ്ട് എവിടെ തൊട്ടാന്ന് ഞാൻ ഓർക്കുന്നില്ല. പറക്കോട് ലോഡും കൊണ്ട് വന്ന ആപ്പിളും കൊണ്ട് വന്ന. അപ്പൊ ഇറക്കിട്ട് തിരിച്ച് നിങ്ങൾ പോയ വഴിക്ക് നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങള് എവിടെ പോയിട്ട് വരുമ്പോ ഞാൻ കാശ്മീർ പോയിട്ട് വരുമ്പോഴാണോ അതെ നിങ്ങൾ ഒന്നിച്ചേണ്ട വന്നേ. അപ്പഴ ഗാഡി में क्या माल था उसने? ആപ്പിൾ. വഴിക്ക് വെച്ച് ഇവരെ എവിടെ വെച്ചോ കണ്ടു. ഒന്നിച്ചാ പോകുന്നത്. ഇവർക്ക് വഴി അറിയത്തില്ലായിരുന്നു. അപ്പൊ ഇങ്ങനെ ഞങ്ങളുടെ കൂടെ വന്ന് ഏറ്റുമാനൂർ വന്നിട്ട് ഇവര് അടൂർ പോയി ലോഡർ, പറക്കോട് പോയി ലോഡർ ഇറക്കിയിട്ട് തിരിച്ച് ഓഫീസിൽ വന്ന് ഏകദിൻ ഉദർക്കാത്ത. ഞാൻ 2 ട്രിപ്പ് അടുപ്പിച്ച് കാശ്മീർ തന്നെ വന്നു. അപ്പൊ ആ ഫസ്റ്റ് ട്രിപ്പ് വന്നപ്പോഴാണ് ഇവരെ കാണുന്നത്. ഇവരെ തിരിച്ച് ലോഡ് ഇറക്കിയിട്ട് നമ്മുടെ വർക്ക്ഷോപ്പ് പാർക്കിങ് വന്നിട്ട് ഇവർക്ക് പിന്നെ ഡയറക്റ്റ് പറഞ്ഞ നമുക്ക് ഞാൻ വീണ്ടും രണ്ടാമത് പൈനാപ്പിൾ ലോഡ് കയറ്റി ശ്രീനഗറിന്. ഇവർക്ക് എന്നിട്ട് ലക്ഡി പലക അത് കയറ്റി പൂനെക്കുള്ള ലോഡ് അവിടെ നിന്ന് സെറ്റാക്കി കൊടുത്തു. അങ്ങനെ ലോഡ് കയറ്റിക്കൊണ്ടു. അപ്പൊ അന്ന് മുതലുള്ള പരിചയം
എപ്പോൾ ഇതിലെ വന്നാലും അല്ലെ എന്നെ വിളിക്കും. പിന്നെ നമ്മൾ വീഡിയോയും കാണുന്നതുകൊണ്ട് ഇങ്ങോട്ടുള്ള ട്രിപ്പ് വന്നാൽ അന്നേരം വിളിക്കും. അങ്ങനെ എന്ന് വന്നാലും വിളിക്കും. അപ്പോൾ ഇന്നും ഇങ്ങനെ വിളിച്ചു. കറക്റ്റ് ഇപ്പം വിളിച്ചപ്പോൾ കറക്റ്റ് വീടിൻ്റെ അടുത്ത് എനിക്ക് വീട് തുമാരെ കയറി ഇത്രയും മേർക്ക് മാറും നീ കറക്റ്റ് ഫോൺ ചെയ്ത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങളിങ്ങനെ ഇങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞു. അന്നേരം പറഞ്ഞു ആദ്യം പറഞ്ഞു ലൊക്കേഷൻ ഇടും ഇവിടെ അടുത്ത എൻ്റെ വീടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് രണ്ടാമത് കോൾ ചെയ്തു ഒരു വണ്ടി ഞാൻ കണ്ടു നിർത്താൻ പറഞ്ഞു. അങ്ങനെ ഇവിടെ നിർത്തുന്നത്. എത്ര പേരാ നിൽക്കുന്നത് എനിക്ക്. ഹീരാബായുടെ വീട്ടിൽ വന്നു. ഇപ്പോൾ ഇവിടെ ഇവരും ജോയിൻറ്റ് ഫാമിലി ആട്ടോ. 3 സഹോദരന്മാരുണ്ട്. അവരെല്ലാം കൂടെ ഒരുമിച്ച് താമസിക്കുന്നത്. ഇവരും ഒരു 10 പേരുണ്ട്. എല്ലാവരുടെ 10 പേരുണ്ടെന്നാണ്. അതെ ജ്യൂസ് കൊണ്ട് വെച്ചിട്ടുണ്ട്. ജ്യൂസ് കുടിക്കുക. അവർക്കെല്ലാം ഭയങ്കര സന്തോഷം. ഇവിടെ ഉള്ളവരല്ലല്ലോ വെളിയിൽ നിന്ന് വന്ന ആൾക്കാരായാലും. വെളിയിൽ നിന്ന് വന്നുകൊണ്ട് പൊന്നൂന് പറ്റിയ കമ്പനിക്കാർ ഒരുപാട് പേരുണ്ട്. അപ്പോൾ അത് തിരിച്ച് നമ്മൾ വണ്ടിയുടെ അടുത്തെത്തി. അതുണ്ടോ മാതളമാ കാഴ്ച നിൽക്കുന്നുണ്ടോ? ഞാൻ കണ്ടായിരുന്നു, വന്നപ്പോഴേ കണ്ടായിരുന്നു. ഞാനിപ്പോഴാണ് കണ്ടേ. ഈ ഹീരാബായുടെ അച്ഛനൊക്കെ അവര് അച്ഛനല്ലേ? അച്ഛനൊക്കെ ചേട്ടനിയന്മാര് 3 പേര്. 3 പേര്. അവര് 3 പേരും ഒന്നിച്ചാ താമസിക്കുന്നത്. അവരും 10-12 പേരുണ്ട് വീട്ടില്. അതുകൊണ്ട് നല്ല രസമാണ്. ഇഷ്ടംപോലെ ആൾക്കാര്, ഇഷ്ടംപോലെ ആളാ. പെമ്പിള്ളേരെ കൂടുതലൊന്നും. നമ്മുടെ വീട്ടിലെ കാര്യം പറഞ്ഞു. അതെ അവരവിടെ നിർത്തി നിൽക്കാൻ പറഞ്ഞല്ലേ? എന്നോട് പറഞ്ഞു 2-3 ദിവസം കഴിഞ്ഞ് പോവാം, ഒരാഴ്ചയൊക്കെ നിൽക്കുക, അല്ലെങ്കിൽ നാളെ ഇങ്ങോട്ട് കൊണ്ടുവിടാം, വണ്ടി എടുത്തോട്ട് കൊണ്ടുവിടാന്നൊക്കെ പറഞ്ഞു. ഒന്നൊരു അരമനസ്സുണ്ടായിരുന്നു. എനിക്ക് പറ്റിയ കമ്പനി കിട്ടിയില്ല. ഇതുണ്ടോ ഇതെല്ലാം ആപ്പിൾ തോട്ടമാ. ആപ്പിൾ നിൽക്കുന്നുണ്ടോ? ആപ്പിൾ കായ് വരുന്നതേ ഉള്ളൂ. വിളഞ്ഞു വരുന്നേ ഉള്ളൂ. ഇത് മഞ്ഞല്ല, വൈറ്റ് കളറല്ല, അല്ലെ വിളഞ്ഞു വരാൻ. റെഡ് അല്ല, ഒരു ലൈറ്റ് പച്ച കളറുള്ള. അത് തന്നെ വെള്ള കളർ. ഞാൻ വെള്ള എന്ന് പറഞ്ഞാലേ അത് മറ്റേ റെഡ് അല്ലല്ലോ, ഒരു മഞ്ഞയും വൈറ്റും കളർന്ന് വരും. ഇത് വിളഞ്ഞു കഴിയുമ്പോൾ ഇച്ചിരി കളർ മാറുമായിരിക്കും കേട്ടോ. കണ്ടോ ഇതെല്ലാം 1 മാസം കൂടെ കഴിയണം, 1.5 മാസം കൂടെ കഴിഞ്ഞാല് നല്ലപോലെ ഇതാവുള്ളെന്ന് തോന്നുന്നു. 2 സൈഡും ആപ്പിൾ തോട്ടോ. ഇത് കണ്ടോ, ഇതിപ്പോ അവര് പോയി പറിച്ചോണ്ട് വന്നാന്ന് തോന്നുന്നു. കുറച്ച് ആപ്പിളും തന്നു വിട്ടിട്ടുണ്ട്. എനിക്ക് ഇലയൊക്കെ ഇരിക്കുന്നു. കശ്മീരിന്റെ ഗ്രാമപ്രദേശങ്ങളിൽ കൂടെയാണ് നമ്മൾ പോകുന്നത്. ചെറിയൊരു പാലം, ഒരു വണ്ടി പോകാനുള്ള വീതിയേ ഉള്ളല്ലോ. മരം ഒരെണ്ണം ചാഞ്ഞ് കിടപ്പുണ്ട് കേട്ടോ. ഇതെല്ലാം മറ്റേ കാശ്മീരി വില്ലോ ആയിരിക്കും കേട്ടോ. മരങ്ങൾ എല്ലാം ചെറിയ ചെറിയ ഗ്രാമങ്ങളാണ്. പകല നല്ല തിരക്ക് കാണും ചിലപ്പോൾ. പകലെ ഇതിലെ വരാൻ പാടാ കേട്ടോ. ദൂരം ഇങ്ങോട്ട് വന്നാൽ ഭയങ്കര പാടാ. വേറെ വണ്ടി വന്നു കഴിഞ്ഞാലേ വീതിയില്ലല്ലോ, ചെറിയ വഴിയല്ലേ. ഇത് ബംഗാളിൽ നിന്ന് ഈ പൈപ്പും കൊണ്ട് ഇത് ഉണ്ടാക്കുന്ന ഒരു കമ്പനി ഉണ്ട്. നമ്മൾ വരുമ്പോൾ കാണുന്നത് ഉറങ്ങുന്നുണ്ടോ? കൽക്കട്ടയിൽ നിന്ന് വരുമ്പോൾ മിക്കവാറും ഇതും കൊണ്ട് വന്നേക്കുന്നതായിരിക്കും. ഇവിടെ എവിടെയെങ്കിലും ഇറക്കാനായിരിക്കും. സാധാരണ അത് വലിയ ട്രെയിലറിനൊക്കെയാണ് പൈപ്പ് വരുന്നത്. ചെറുവണ്ടിക്ക് അങ്ങനെ വരുന്നത് കണ്ടിട്ടില്ല, കുറവാണ്. ഇതേതെങ്കിലും പാർട്ടി എടുത്തായിരിക്കും. അങ്ങനെ വല്ലതും ആയിരിക്കും. ഇതല്ലേ ഇത് എവിടെയെല്ലാം ഇറക്കിയിട്ടുണ്ട്. ഇതുണ്ടോ ഇവിടെ എത്ര രൂപ? 250. അവിടെ 100 രൂപ ആയിരുന്നു അല്ലേ? അവിടെ 100 രൂപ. അത് നോക്കിയാൽ അത് എഴുതിയിട്ടുണ്ടാവും. ഓരോ സ്ഥലത്തും ഓരോ റേറ്റ് ആയിരിക്കും കേട്ടോ. ഇതും ജലം നദിയാണ് കേട്ടോ. നമ്മൾ ഇപ്പം 2ാമത്തെ പ്രാവശ്യമാണ് ഈ നദി ക്രോസ് ചെയ്യുന്നത്. നല്ല വെള്ളമുണ്ട് കേട്ടോ. വെള്ളമുണ്ട്, നല്ല വീതിയുണ്ട്, നല്ല ഒഴുക്കുമുണ്ട്. ഇതുണ്ടോ ഇതൊക്കെ ഇരുമ്പാ പാലം, പഴയ പാലം. ഇവിടെ പിന്നെ തണുപ്പായതുകൊണ്ടേ ആൾക്കാർ നേരത്തെ കിടന്നുറങ്ങും. ഒരു മനുഷ്യൻ പോലും ഇല്ല. കടയെല്ലാം അടച്ചു. പട്ടികൾ ഇഷ്ടം പോലെ ഉണ്ട്. ഇതുണ്ടോ ഒരുപാട് പട്ടികളുണ്ട്. ഇഷ്ടം പോലെ. അപ്പുറം എന്തേരായിരുന്നു അറിയോ? ഒരു 10 രൂപ എണ്ണം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ഒരു പെട്രോൾ പമ്പിൻ്റെ അടുത്ത് ഒതുക്കി വണ്ടി. ഇപ്പോൾ പതുക്കെ കയറി കിടന്ന് ഉറങ്ങിയേക്കാം. നാളെ രാവിലെ നോക്കാം ലോഡാവുമോ ഇല്ലയോ എന്നൊക്കെ. നമ്മളിപ്പോൾ ജമ്മു ആൻഡ് കാശ്മീരിലാണ്. ജമ്മു ആൻഡ് കാശ്മീരിലെ ബാരാമുളയ്ക്ക് അടുത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പോൾ ലോഡിൻ്റെ കാര്യം തീരുമാനമായിട്ടില്ല. ഇവിടെ ആപ്പിളൊക്കെ ആയി വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഇവിടെ അടുത്തൊരു മാർക്കറ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് അവിടെ ഒന്ന് പോയി കറങ്ങിയിട്ട് വരാം, എന്താ കാര്യങ്ങൾ എന്നൊക്കെ ഒന്ന് അറിഞ്ഞിട്ട് വരാം. അപ്പോൾ രാവിലെ ഒരു ആപ്പിൾ തന്നെ കഴിച്ച് തുടങ്ങും. അതെ, ആപ്പിൾ കഴിച്ചോ? അതെ. എങ്ങനെയുണ്ട്? നല്ല വെള്ളമല്ലേ? അതെ, ഇന്നലെ ഹീരാബായി തന്നു വിട്ടതാ. അതെ, നല്ല മധുരമുണ്ട്, നല്ല വെള്ളമുണ്ട് അതിന്. അപ്പോൾ ഇന്നലെ രാത്രി നമ്മളിവിടെ കൊണ്ട് ഒരു പമ്പിൻ്റെ സൈഡിൽ ഒതുക്കിയതാണ്. ഈ പമ്പിലെ വാഷ്റൂമിൻ്റെ കാര്യം പറയാതിരിക്കാൻ വയ്യ. ഇത്രയും നല്ല വാഷ്റൂമിൽ ഞാൻ ഇതുവരെ യാത്ര ചെയ്തിട്ട് ഇതുവരെ ഇത്രയും നല്ല പബ്ലിക് വാഷ്റൂമിൽ ഞാൻ കയറിയിട്ടില്ല. നല്ല വൃത്തിയും അതുപോലെ തന്നെ ഇവർ മാറ്റ് ഇട്ട് വെച്ചേക്കുന്നത്. മാറ്റും ഉണ്ട്, ചെരുപ്പും ഉണ്ട് ഓരോരുത്തർക്ക് വരുന്നവർക്ക്. ഇവിടെ തൊട്ട് വെളിയും തൊട്ടേ മാറ്റ് അകത്തും വരെ. അങ്ങനെയാണ് ഇവിടുത്തെ വാഷ്റൂം. അതുമല്ല ചെല്ലുന്ന വണ്ടിക്കാർ ഞാൻ നോക്കിയപ്പം അവരും ചെരുപ്പ് ഊരിയിട്ടിട്ട് അതെ അങ്ങോട്ട് കയറുന്നത്. എല്ലാവരും ചെരുപ്പ് ഊരിയിട്ടിട്ട് കയറുന്നത്. അതെ, അത്ര ക്ലീൻ വാഷ്റൂം. ക്ലീൻ. ഇതാണ് പമ്പ, പുതിയ പമ്പ. ഇവിടുത്തെ പൂക്കളുടെ കളർ കണ്ടോ? ഏതെല്ലാം സൈസ് പൂക്കളാന്ന് നോക്കി. നല്ല കളറാ. നമ്മുടെ അവിടെ നിൽക്കുന്ന പൂവിനെക്കാട്ടിലും കളറുണ്ട്. ഇവിടുത്തെ കാലാവസ്ഥയുടെ. അതെ,
ഇവിടെയൊക്കെ ലോറികൾ ഇഷ്ടംപോലെ ഉണ്ട്. ലോക്കൽ വണ്ടികളാണ്, ചെറുവണ്ടികളാണ് മൊത്തം. അതെ, മട്ടൺ ഷോപ്പാണ് അത്. हलीम कितने बड़े हलीम ऐसे होता है क्या? हलीम ऐसे ही होता है हलीम ഇത് ചാറ് പോലത്തെ ഇതാ. ആ, പക്ഷെ ഞാൻ കരുതി ഹലീം ഇങ്ങനെ അല്ല കേട്ടോ. എൻ്റെ ഹലീം ഇങ്ങനല്ല. അല്ല, ബിരിയാണി ഉണ്ട്. ബിരിയാണി ഒന്നും രാവിലെ വേണ്ട. രാവിലെ വേണ്ട, നമുക്ക് ഇച്ചിരി കഴിഞ്ഞ് വരാം അല്ലേ? അതെ, ഉച്ചയ്ക്ക് പാത്രം കണ്ടോ? ആ പാത്രം കണ്ടോ? ആ, കുതിരവണ്ടി. ചേട്ടൻ നിന്നാണല്ലോ ഓടിക്കുന്നേ. ആ, ഇവിടെ ചായ ഉണ്ട്. ചായ കുടിക്കുന്നോ? ചായ വേണേൽ ഒരു ചായ കുടിച്ചിട്ട് പോവാം. ആ, ചായ വേണേ കുടിക്കാം. ഈ കേക്ക് ഇത് ഇവര് വീട്ടില് ഗസ്റ്റ് വരുമ്പോൾ കൊടുക്കുന്നത്, ഇവിടുത്തെ സ്പെഷ്യൽ സാധനം. ഇവിടെ ഞങ്ങളെ പണ്ട് കാശ്മീർ വരുമ്പോൾ തണുപ്പുള്ള സമയങ്ങളിൽ അതിൻ്റെ ഒരു കേക്ക്, അതൊന്നും മൊത്തമല്ല, അതിലൊരു പീസ് കിട്ടും. ആ ഒരു പീസ് കേക്ക് ഒരു ചായയും കഴിച്ചാൽ പിന്നെ എന്നാലും ഒരു നേരം കഴിച്ചാൽ മതി ഒരു ദിവസം. അതങ്ങനെ, ഇത് വലിയ പീസ് അവർ കട്ട് ചെയ്ത് തരുന്നത്. ഇതെല്ലാം ലോറി ട്രാൻസ്പോർട്ടുകളാണ്, ട്രാൻസ്പോർട്ട് ഓഫീസുകളാണ് ഇതെല്ലാം ബാക്കി കാണുന്നത്. കാശ്മീരിൻ്റെ ചായ നല്ലതാണ്, കുടിച്ചു നോക്കാനാ പറഞ്ഞത്. നല്ല നല്ലതല്ലേ? നമ്മുടെ അടുത്ത ചായ പോലെ അല്ലല്ലോ. ഇത് മതി ഇന്നത്തെ വൈകുന്നേരം വന്നിട്ട് ചേരാൻ നേരം കഴിച്ചാൽ മതി. ആ, മെയിൻ ഡ്രൈവർ രാവിലെ എണീറ്റ് ലോഡ് നോക്കാൻ പോയതായിരുന്നു, ഇപ്പഴാ വന്നത്. ആ, കേരളത്തിലേക്കില്ല. എന്താ ചെയ്യാ? ആ വാർത്ത കേട്ട് മനംപെടുത്ത് അവിടെ നിൽക്കുകയായിരുന്നു. ഇത് നല്ല ടേസ്റ്റാ, എനിക്ക് എപ്പോഴും വരുമ്പോ ഇഷ്ടം ഇവിടെ. മെയിൻ ഡ്രൈവർക്ക് ഭാര്യയും പിള്ളേരെയും കാണാനായിട്ട് ഒരു വിഷമം ഉണ്ടോന്ന് ചെറിയ സംശയം. വിഷമം ഉണ്ടെന്നേ, ഇങ്ങനെ നിവർന്ന് കിടക്കാനായിട്ടൊരു വിഷമം. 3 പേരും 3 സ്ഥലത്തില്ലെങ്കിലേ. ചായയുടെ പൈസ കൊടുത്തില്ല കേട്ടോ, ചായയും കേക്കും പൈസ കൊടുത്തേക്കണം. ഇത് ചായ ഇവരുണ്ടാക്കി വെച്ചേക്കുന്നത്, നംകിൻ ചായ, ഉപ്പിന്റെ ചായയോ? ആ, അത് വെച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കിയോ. അതെ, അതിനകത്ത് അത് ചൂടാ, ഇതുണ്ടോ? നല്ല ചൂടാ, ചൂട് പോകത്തില്ല ഇതല്ലേ അതിനകത്ത് നിൽക്കുന്നത്. കാണോ, ടേസ്റ്റ് ചെയ്ത് നോക്കുന്നോ? ഒരെണ്ണം മേടിക്കോ? അല്ല, കുടിക്കോ? അല്ല, ഒരെണ്ണം മേടിക്കേ. ആ, എന്നാ ഒരെണ്ണം പറയാം. ബസ് ടേസ്റ്റ് നോക്കിയാ അങ്ങനെ ഉണ്ടോ? താങ്ക് യു. ചൂട് പോട്ടെ. ഉപ്പ. ആ, ഉപ്പ് ചായ, ഉപ്പിട്ട ചായ. ആ, എന്തായാലും അതിന്റെ ഒരു ഗുട്ടൻസ്. പക്ഷെ നമുക്ക് ഇഷ്ടപ്പെടുകയല്ല കേട്ടോ, ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി. എന്നാ ചായ ടേസ്റ്റ് ചെയ്ത് നോക്കിയോ. ഉപ്പാന്നേ, അതാ അതല്ലേ നംകിൻ ചായ. ഇവരെ ഞാൻ ചോദിച്ചാന്ന് വെച്ചാൽ ഇവര് മധുരം അധികം ഉപയോഗിക്കല, ഉപ്പാണ് ഉപയോഗിക്കുന്നത്. ഈ ഉപ്പ് ഇട്ട ചായയും ഈ റൊട്ടിയും കൂടെ, അത് റൊട്ടിയുടെ കഴിക്കും. അങ്ങനെയാണ്. ആ, മധുരം അധികം ഉപയോഗിക്കുന്നില്ല, കുറവാണ്. ഇതാണ് ഇവിടുത്തെ ആപ്പിൾ മാർക്കറ്റ്. ഇതിനകത്ത് നമുക്ക് പോകണ്ടേ? ആ, ലോഡ് ഉണ്ടെങ്കിൽ ഇതിനകത്തു നിന്നാണ് മാർക്കറ്റിൽ നിന്നാണ് കയറ്റേണ്ടത്. അകത്ത് ലോറികളൊക്കെ കണ്ടോ കിടക്കുന്നത്, ലോഡ് കയറ്റാൻ വേണ്ടി. ഇതെല്ലാം ഇവിടുത്തെ ലോക്കൽ വണ്ടികളാണ് കേട്ടോ. എന്ന് പറഞ്ഞാൽ അകലേക്കൊന്നും അധികം ലോഡുകളൊന്നും പോകാൻ തുടങ്ങിയിട്ടില്ല. എന്ന് പറഞ്ഞാൽ അതിനുള്ള ഇതായില്ല. അപ്പോൾ ഇതൊരു ലോറി ഓഫീസാണ്. അപ്പോൾ ഇത് ഇവിടെ ലോഡിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക. ഇതുണ്ട്, ഇത് ഡ്രൈവർമാർക്ക് ഇരിക്കാനും കിടക്കാനും ഒക്കെ ഉള്ള. ഇവർ കസേരയിലധികം ഇരിക്കുകയല്ലോ, ഇതുണ്ടോ, അങ്ങനെ ഇരിക്കുകയുള്ളൂ. ആ, അപ്പോൾ ഇതിലെങ്ങനെ തേരെപ്പാര നടക്കുക, ലോഡൊന്നും സെറ്റായിട്ടില്ല. ആവുമെന്ന് നോക്കണം. ഇതുവരെ ആയില്ല. ഇന്നത്തെ കാര്യത്തിന് തീരുമാനമായെന്ന് എനിക്ക് തോന്നുന്നത്. ഇത് വെറുതെ നടന്നു എടുക്കുമല്ലോ. ആ, ഇവിടുത്തെ മസ്ജിദ് മുസ്തഫ മെമ്മോറിയൽ ഫ്രൂട്ട് മണ്ടി സോപ്പൂർ. ഇതിനകത്ത് ഇഷ്ടംപോലെ വണ്ടികളൊക്കെ ലോഡ് കയറ്റുന്നൊക്കെ ഉണ്ട്. പക്ഷേ നമുക്ക് അങ്ങോട്ടൊന്നുമില്ല. എല്ലാം കർണാടക, പിന്നെ കർണാടകയിലോട്ടും ഇങ്ങോട്ട് ആന്ധ്രയിലോട്ടുണ്ട്. ആന്ധ്രയുണ്ട്, ആന്ധ്ര, ബോംബെ. ആ, പിന്നെ ആപ്പിൾ മാർക്കറ്റിൽ വന്നിട്ടില്ലല്ലോ. ഇല്ല, ആദ്യമായിട്ടാണ് വരുന്നത്. കണ്ടോ, കാശ്മീർ ആപ്പിൾ ഇരിക്കുന്നുണ്ടോ എന്തായാലും. ആ, കണ്ടുണ്ട്. ഇതിപ്പോൾ ഇവിടെ സ്റ്റാർട്ടിങ് അതുകൊണ്ട് എല്ലാ ഐറ്റവും ആയിട്ടില്ല. നമ്മുടെ കേരളത്തിലേക്ക് പോകുന്ന കൂടുതൽ ഐറ്റം ഒന്നും ആയിട്ടില്ല. അതുകൊണ്ടാണ് കേരളത്തിലേക്ക് ലോഡില്ലാത്തത്. ഇവിടെ നല്ല ചൂടാണ് അല്ലേ? ചൂടുണ്ട്. ആ, തടിപ്പെട്ടിക്കകത്തും വരുന്നുണ്ട്, കാർട്ടൂൺ ബോക്സിലും വരുന്നുണ്ട്. ഇതുണ്ടോ, ഇത് വലിയ മാർക്കറ്റാണ് കണ്ടോ. ഈ മാർക്കറ്റിലെ ശരിക്കും ഇപ്പം ആപ്പിൾ ആയിട്ടുള്ളൂ, വേറെ അടുത്തും ആയിട്ടില്ല. വേറെ മാർക്കറ്റുകളിലൊന്നും ആയില്ല. കാരണം ഇങ്ങോട്ട് നമ്മൾ വരുന്നതല്ല, ഇത് ഇവിടുത്തെ ലോക്കൽ വണ്ടികളൊക്കെയാണ് കൂടുതലും ഇവിടുന്ന് ലോഡ് കയറ്റുന്നത്. ഇവിടെ ഈ പ്രാവശ്യം ഇപ്പം സ്റ്റാർട്ടായിട്ടുള്ള ആപ്പിൾ. ഇനിയും നല്ലപോലെ സീസൺ ആയി കഴിയുമ്പോണ്ടല്ലോ ഈ മാർക്കറ്റിലൊക്കെ നിറച്ച് വണ്ടികളായിരിക്കും. നല്ല വെയിലുണ്ട്. ഇപ്പം ചൂടുള്ള സ്ഥലങ്ങളിലേക്കാണ് കൂടുതലും ഇവിടുന്ന് ഈ ആപ്പിൾ പോകുന്നത്. ആ, UP, ബീഹാർ, മഹാരാഷ്ട്ര, മധ്യപ്രദേശ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെയാണ് കൂടുതലും ലോഡ് കയറുന്നത്. സൗത്തിലോട്ട് ഇപ്പം ഇല്ല, സൗത്തിലേക്ക് കുറവാണ്. ആന്ധ്ര, കർണാടക ഒക്കെ ഉള്ളൂ. തമിഴ്നാട്, കേരള ഒന്നും വരാൻ തുടങ്ങിയിട്ടില്ല. തുടങ്ങിയിട്ടില്ല. കർണാടകയുടെ ചില ഭാഗങ്ങളിലും ആന്ധ്രയിലേക്കാണ് കൂടുതലും ലോഡ്.
ഒരുവിധം എല്ലാ സാധനങ്ങളും ഉണ്ട്. കാരണം മത്തൊക്കെ ഉണ്ട് തൈര് കളയുന്നത്. ഉന്തുവണ്ടിയാ. കണ്ടോ ഒരാൾ വണ്ടിയുടെ മുകളിലിരിക്കുന്നത്. ഇടയില്ല അകത്ത്. ഇടയൊക്കെ ഉണ്ട്, പക്ഷെ മുകളിലിരുന്നാ വന്നു. രാവിലെ ഓരോ ആപ്പിളൊക്കെ കഴിച്ചാൽ നിന്നായി. ഓരോ ബിരിയാണി കഴിച്ചേക്കാം അല്ലേ? ഉച്ചയ്ക്ക് കുറച്ച് ഗംഭീരാട്ടെ. ആ അതെ, ബിരിയാണി വന്നു. 2 സിംഗിളും ഒരു ഫുള്ളും പറഞ്ഞു. എന്ത് വലിപ്പമുള്ള അരിയാ. ആ വലിയ അരിയാ. അതൊക്കെ എന്നാ വലിയ അരിയാ അല്ലേ? ചെറുതായിട്ടൊന്ന് കറങ്ങിയിട്ട് വരാം. എന്തായാലും വെറുതെ നടക്കുമല്ലേ. ഇറങ്ങാൻ വന്നാ ഇവിടെ വന്നപ്പോൾ റെയിൽവേ ക്രോസ് അടഞ്ഞു കിടക്കുക. അതെ, അവിടെ ഒരു പുതിയ ഡ്രൈവറെ കിട്ടി. ഡ്രൈവർ ആരാന്നല്ലേ? ഡ്രൈവർ മറ്റേ മെയിൻ ഡ്രൈവർ തന്നെ. മെയിൻ ഡ്രൈവർ തന്നെയാ. നമ്മുടെ രാജാഭായി ആപ്പിളൊക്കെ കഴിച്ചോണ്ടിരിക്കുന്നു. പുതിയ ഡ്രൈവറുവാ. അതെ, ട്രെയിൻ വരുന്നു. ഇത് ബാരാമുള്ളയിൽ നിന്ന് വരുന്ന ട്രെയിനാണ്. ബാരാമുള്ള ബനിഹാൾ ആയിരിക്കും. അതെ, ബനിഹാൾ ബാരാമുള്ള. ഇത് പണ്ട് തൊട്ട് എനിക്ക് തോന്നുന്നു ഒരു 10-12 വർഷം മുന്നേ തൊട്ടുള്ളതാണ് ഈ ബനിഹാൾ ബാരാമുള്ള ട്രെയിൻ. ഇപ്പം പിന്നെ മറ്റേ ചെനാനി ബ്രിഡ്ജും കൂടെ വന്നു കഴിഞ്ഞപ്പം ജമ്മുവിൽ നിന്ന് ഡയറക്റ്റ് ട്രെയിനുണ്ട് ശ്രീനഗറിന്. ഈ റൈറ്റിലേക്ക് പോകുന്നതാണ് ബാരാമുള്ള. ശ്രീനഗറിലേക്കാണ് ട്രെയിൻ പോകുന്നത്. ശ്രീനഗർ വഴി ബനിഹാൾ വരെ. അപ്പം നമ്മളിത് ബാരാമുള്ളയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ പോകുന്നു. അപ്പോൾ അത് ഉറി പോകുന്ന റൂട്ടിലാണ് വന്നത്. ഇത് ഝലം നദി ഇങ്ങനെ പാകിസ്ഥാനിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനപ്പുറം ഒരു ഡാമുണ്ടെന്ന് പറഞ്ഞത്. താഴെ ഒരു ഡാമും ഉണ്ട്. ഡാമും പിന്നെയും ഝലം നദിയുടെ ഒരു പവർ സ്റ്റേഷൻ ഉണ്ട്. ജലം നദിയിലേക്ക് പോയേക്കല്ലേ? നല്ല കാറ്റുണ്ട്. അയ്യോ പൊടി പൊടി. അയ്യോ എന്നാ കാറ്റാന്ന് നോക്കിയേ. മൊത്തം മണ്ണിൽ കുളിച്ചു. പോയേക്കാം. ഇതിലേ അങ്ങോട്ട് നേരെ ഒരു 40 കിലോമീറ്റർ പോയാൽ ഉറിയാണ്. ഉറി പാകിസ്ഥാൻ ഇന്ത്യ ബോർഡറാണ്. അറിയാം. പണ്ട് റോഡ് മാർഗം വണ്ടികളൊക്കെ ഈ വഴിയായിരുന്നു പോയിക്കൊണ്ടിരുന്നത് പാകിസ്ഥാനിലേക്ക്. ഇപ്പോൾ പോകാൻ പറ്റിയല്ല. പണ്ട് നമ്മൾ കൊണ്ടിരുന്ന പൈനാപ്പിളൊക്കെ ഇവിടുത്തെ ലോക്കൽ ലോറിയിൽ കയറ്റി ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പാകിസ്ഥാനിൽ പോയിക്കൊണ്ടിരുന്ന. ഇപ്പം പാകിസ്ഥാനുമായിട്ടുള്ള ബന്ധം മോശമായതുകൊണ്ട് ഒന്നുമില്ല. പോയേക്കാം, വണ്ടിയൊക്കെ കയറിക്കോ. ഇത് റോഡൊക്കെ വീതി കൂട്ടി പണിതുകൊണ്ടിരിക്കുക. അല്ല, ഇവിടെ വീതി കൂട്ടുക. ഇതൊരു മലയായിരുന്നത് പൊട്ടിച്ച് നീക്കിക്കൊണ്ടിരിക്കുക. ഈ പാറ പൊട്ടിക്കാൻ പിന്നെ എളുപ്പം. ഇത് പാളിയായിട്ട് കിടക്കുന്നുണ്ടോ? പണിയെല്ലാം എളുപ്പമുണ്ടെന്നറിയാം. ഇവിടുത്തെ പാറയെ ഹിറ്റാച്ചിക്ക് ഇങ്ങനെ ബക്കറ്റിന് വലിച്ചാലെങ്കിൽ പോരും. അതെ, ട്രിപ്പ് വണ്ടിയാ. നാടകാനും പോകുന്നുണ്ടോ? ഇല്ല, ഉറിക്ക് പോകാൻ. ഉറിയിലോട്ടല്ലേ, വേറെ സ്ഥലമാണ് പറഞ്ഞു. തിരിച്ചത് നമ്മൾ വന്ന് ബാരാമുള്ള ടൗണിൽ വന്നു. അപ്പോൾ ബാരാമുള്ള ടൗണിലൊന്ന് ഇറങ്ങി ഒന്ന് കറങ്ങിയിട്ട് പോവാം. ഒന്നിട്ട് ബാരാമുള്ള ഇങ്ങനെ കറങ്ങി ടൗണ് അപ്പുറം എന്നിട്ട് പോവാം. രാജാഭായി അവിടെ മുന്നേ പോയി നിൽക്കും. അപ്പോൾ ഞങ്ങൾ ഇച്ചിരി വെയിൽ കൊണ്ട് നടക്കാമെന്ന് തീരുമാനിച്ചല്ലേ? അതെ, വലിയൊരു ടൗണാ. വലിയ ടൗണാ, ഇച്ചിരി നടക്കാനുണ്ട്. ഇത് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡാണ് ബാരാമുള്ളത്. നമുക്ക് അകത്തോടെ കയറിപ്പാം. ബസ് സ്റ്റാൻഡൊക്കെ ഒന്ന് കാണാം. അതുപോലെ ഈ ജീപ്പുകളല്ല, ഇതെല്ലാം ട്രിപ്പ് വെക്കുന്ന ജീപ്പുകളാണ് കേട്ടോ, ടാക്സി വണ്ടികൾ. ഇതുണ്ട് പഴയ വണ്ടികൾ. 407. ഇവിടെ ഈ 407 ഒരുപാട് വണ്ടികളുണ്ട്. ഇതുപോലെ ബസ്സായിട്ട്, മിനി ബസ്സായിട്ട് ട്രിപ്പ് വെക്കുന്ന വണ്ടികൾ. ഇതെല്ലാം വർക്ക്ഷോപ്പ് ഏരിയ കേട്ടോ. വർക്ക്ഷോപ്പും ഉണ്ട് അവിടെ. ചെറിയ ചായക്കടയും വർക്ക്ഷോപ്പൊക്കെ ആയിട്ട്. ചെറിയ ബസ്സുകളെല്ലാം മിനി ബസ്സുകൾ. ഇത് കണ്ടോ, അത് വലിയ ബസ്സാണ്. നോക്കിയാൽ എന്ത് ഇരുമ്പാന്ന് നോക്കിയേ. പുറകിൽ എന്ത് ഏണിയാന്ന് നോക്കിയേ. ഓടിച്ചാടി കയറാനാ. ഇതുണ്ടോ, ഒത്തിരി പഴയ വണ്ടിയാ. ടാറ്റയുടെ വണ്ടിയാ. എനിക്ക് ഈ സുമോ എല്ലാം ഇവിടുന്ന് ട്രിപ്പ് വെക്കുന്ന ഓരോ ഗ്രാമങ്ങളിലേക്ക് പോകുന്ന വണ്ടികളാണ്. ഇത് ടാക്സി സ്റ്റാൻഡാണോ? ടാക്സി സ്റ്റാൻഡാണ്. പിന്നെ ടാക്സി അല്ല പോകുന്നത്, ഈ ഷെയർ ടാക്സി ആയിട്ട് പോകുന്നത്. അത് കണ്ടില്ലേ, അതിൻ്റെ മുകളിലെല്ലാം കയറ്റി വെച്ചേക്കുന്ന ലോഡ് ഉണ്ട്. ഇതൊക്കെ ഉൾഗ്രാമങ്ങളിലേക്ക് പോകുന്ന ബസ്സൊന്നും ചെല്ലുകയല്ല അത്രത്തോട്ട്. സുമോയും തവേരയാണ് കൂടുതൽ. തവേരയ്ക്കൊക്കെ ഇവിടെ ഭയങ്കര ഡിമാൻഡാണ് പഴയ വണ്ടിക്ക്. ഇതുണ്ട് ആല കണ്ടോ, ഇവിടെ ഓരോ ആയുധങ്ങളൊക്കെ ഉണ്ടാക്കുന്ന എന്താ മണ്ണ. ഇവിടുത്തെ കത്തികളൊക്കെ കണ്ടോ, കത്തിയും മഴുവൊക്കെ കണ്ടോ. കൊടാലി. കൊടാലിയാ. ഇതിന് മഴുവെന്ന് പറയും. നമ്മുടെ അടുത്ത പോലത്തെ കൊടാലി അല്ലല്ലോ. ഉണ്ടോ? അല്ല. ഇതെല്ലാം അടുപ്പാണ്. ഇതൊക്കെ ഈ തണുപ്പ് കാലത്ത് വീടിനകത്ത് കത്തിക്കുന്ന ഉക്കാരി, ഉക്ക വലിക്കുന്ന. ഇതിൻ്റെ വലുതുണ്ട്. അത് ചിലത് ഹരിയാനയിലൊക്കെ കാണാം. വലിയ പുള്ളിയുടെ അച്ഛൻ. ഇതെല്ലാം സ്വീറ്റ്സ് ആണെന്ന് തോന്നുന്നു. മീൻ വറുത്തുണ്ട്. മീൻ അതേപടി വറുത്ത കേട്ടോ. ഇത് സ്വീറ്റ്സ് അല്ല, ഇതാണ്ട് വറുത്ത വെച്ചേക്കുന്ന ബജിയൊക്കെ. അതല്ല, ഇത് പൊട്ടറ്റോയാ. ഇത് പൊട്ടറ്റോ. ഇത് ഈ ഇരിക്കുന്നത്
മട്ടർ പയറാ. മട്ടർ വറുത്ത് വെച്ചിരുന്നു അല്ലേ? ഞാൻ ഓർത്ത് മറ്റേ ഇതുപോലെ ലഡു പോലെ. ലഡുവല്ല, ലഡു പോലെ ഇരിക്കുന്നു. ആ ലഡുവിന് പൊടിച്ചിടുമ്പോൾ ആ ഒരു ഇത്. ആ മീന് ജലം നദിയിൽ നിന്ന് പിടിക്കുന്ന ആറ്റുമീന്. പക്ഷേ ഇത് തലയൊന്നും കളഞ്ഞിട്ടില്ല, അതേപടി വറുത്ത് വെച്ചേക്കുക. ഇതുണ്ട്, ഇവിടുത്തെ നാടൻ കോഴിയുണ്ടോ? അതേപോലെ തന്നെ ഇത് പ്രാവിനെ കിട്ടും. പ്രാവിനെ ഇത് വളർത്താനാണ് കേട്ടോ. ജോഡിക്ക് 600 രൂപ. അല്ല ഇവിടെ എല്ലാം പോത്തിന്റെ കട, ഞാൻ നോക്കി നിൽക്കായിരുന്നു. പോത്തുകട. ഇതെതിൻ്റെ ആമാശയല്ലേ? ആമാശയോ പോട്ടിയായിട്ട് ആമാശയും കുടലും എല്ലാം കൂടെ അല്ലേ പോട്ടിയായിട്ട് വയ്ക്കുന്നത്? അതെ, ഞാൻ കരുതുന്ന സാധനം മനസ്സിലായില്ല കണ്ടിട്ടല്ലേ? ഇവിടെയും പോത്തിന് 400 രൂപയാണ്. നമ്മുടെ അവിടെ 400 എന്ന് തോന്നുന്നു. 400 ഉണ്ടെന്ന് വെച്ചറിഞ്ഞ. 500 500 വെച്ചറിഞ്ഞ. 400 അല്ലായിരുന്നോ? 400 കട്ടറിയില്ല. പോത്തിന് 400 രൂപ അല്ലേ ഉള്ളൂ? 500 ആണോ? 500 ആണോ? ഇതൊരു ബസ് സ്റ്റാൻഡാണ് കേട്ടോ. മുമ്പേ അത് എനിക്ക് തോന്നുന്നത് ലോക്കൽ പോകുന്നതാണ്. എന്ന് പറഞ്ഞാൽ തൊട്ടടുത്തൊക്കെ പോകുന്ന ചെറിയ വണ്ടികളായിരുന്നു അവിടെ. ഇവിടെ കുറച്ച് സ്കൂൾ ബസ്സും ഉണ്ട്, പിന്നെ വലിയ ബസ്സുകളൊക്കെ അപ്പുറം കിടക്കുന്നു. ഇവിടെ എല്ലാം വലിയ വണ്ടികളാണ്. അതുകൊണ്ടോ വലിയ ബസ്സാണ്. നീ ഓർക്കുന്നുണ്ട് ആദ്യം നമ്മൾ ശ്രീനഗറിൽ വന്നപ്പോഴേ ആപ്പിൾ കയറ്റാൻ വേണ്ടി ഷോപ്പിയാനിൽ പോയി കിടക്കുമ്പോൾ അവിടെ സ്ഥിരവതി അതുപോലത്തെ ഒരു വണ്ടി ഉണ്ടായിരുന്നു, പഴയ വണ്ടി. എല്ലാം പഴയ വണ്ടി, എല്ലാം ടാറ്റയുടെ വണ്ടികളാണ്. ഇതുണ്ട്, തേങ്ങാ പുളി വെച്ചേക്കുന്നുണ്ടോ? തേങ്ങാപ്പൂള്. നമുക്ക് ആപ്പിള് അവിടെ നാട്ടിൽ ചെല്ലുമ്പോൾ എങ്ങനെയാ എന്ന് പറഞ്ഞാലേ ഇവിടെ തേങ്ങാപ്പൂള്. എൻ്റെ ഓണം നോക്കിയേ, എന്നാലും അതിൻ്റെ ഫ്രണ്ട് പിടിപ്പിച്ചേക്കുന്നതെന്ന് നോക്കിയേ. എത്ര ലൈറ്റ്, എന്തെല്ലാം ഫിറ്റിങ്ങുകളാന്ന് നോക്കിയാൽ, എക്സ്ട്രാ ഫിറ്റിങ്ങുകൾ. പഴയ 15-10 ബസ്സാണ്. ബസ് സ്റ്റാൻഡിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കണ്ടോ? നല്ല മലനിരകളാണ്. എവിടെ നിന്നാലും ഈ ഇതാ വ്യൂ. ഇപ്പം പച്ചപ്പുണ്ട്, ഇല്ലെങ്കിൽ മഞ്ഞായിരിക്കും. ബസ് സ്റ്റാൻഡ്, മുനിസിപ്പൽ കൗൺസിൽ, ബാരാമുള്ള. ഇവരെല്ലാം ഇവിടുത്തെ ഡ്രൈവർമാരെ നമ്മൾ ആ വണ്ടിയുടെ വീഡിയോ ഫോട്ടോ എടുത്തപ്പോഴേ എവിടുന്നാണ് വരുന്നതെന്നൊക്കെ ചോദിച്ചു. അപ്പം കേരളത്തിൽ നിന്നാണ് പറഞ്ഞപ്പോഴത്തേനും ഭയങ്കര സന്തോഷം. ലോറിയിൽ ഇത്രയും ദൂരം വന്നോന്നൊക്കെയാണ് ചോദിക്കുന്നത്. വിശ്വാസം വരുന്നില്ല. ചായ കുടിക്കാന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ഇപ്പം ഞാൻ പറഞ്ഞ സോപ്പറ വണ്ടി കിടക്കുന്നതെന്ന് പറഞ്ഞു. അവിടെ വിടാം, വണ്ടിയെ കയറിക്കോളാൻ പറഞ്ഞു. നമ്മളവിടെ അടുത്തുണ്ടല്ലോ ആള്. ഞാൻ പറഞ്ഞു വണ്ടി വേറെ ഉണ്ട് എന്ന് പറഞ്ഞു. ബാരാമുള്ള ഒരുവിധം നല്ല ടൗണാണ് കേട്ടോ. നല്ല വലിയ ടൗണാ. ഇതുണ്ട്, ആ ഒരു വണ്ടി കണ്ടോ? അതൊരു കടയാണ്, സഞ്ചരിക്കുന്ന കടയാണ്. പോലീസ് സ്റ്റേഷൻ ബാരാമുള്ള. ഇത് ടാക്സി സ്റ്റാൻഡാണ് കണ്ടോ? സ്കോർപ്പിയോയും തവേരയും സുമോയുമാണ് കൂടുതൽ SUV-കളാണ്. എന്ന് വെച്ചാൽ വഴികളെല്ലാം മോശമായതുകൊണ്ടും മലമ്പ്രദേശത്തൂടെയൊക്കെ പോകാൻ വേണ്ടിയിട്ട്. എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ തവേരയുള്ളത് ഇപ്പോൾ കാശ്മീരിലാണ്. വേറെ ഇടത്ത് ഇത്രയും തവേരകൾ കാണുന്നില്ല. ഒരു ആ പോസ്റ്റേ അവിടെ ഇടാൻ വേണ്ടി ഓടിക്കാൻ വേണ്ടിയിട്ടാണ് കട്ട് ചെയ്ത് വെച്ചേക്കാൻ നോക്കിയേ. അങ്ങനെ നോടിയാതെ ഇങ്ങനെ ഒരു കാര്യം ആദ്യമായിട്ടാണ് കാണുന്നത്. ഇവിടെ നമ്മൾ അങ്ങോട്ട് പോകുമ്പോഴേ ഇവിടെ നല്ല ട്രാഫിക് ആയിരുന്നു. ഇങ്ങോട്ട് വരുന്ന ലൈനേ ബ്ലോക്ക് ഉള്ളൂ കേട്ടോ. അങ്ങോട്ട് കുഴപ്പമില്ല. എന്നാണോ നല്ലൊരു ക്ലോക്ക് ടവർ. സമയം തെറ്റാ പക്ഷേ ക്ലോക്കല്ലേ ഓടുന്നില്ലാത്താന്ന് തോന്നുന്നു. ഈ നിൽക്കുന്ന ചിനാർമര ഇത് ഓറഞ്ച് ആകുമ്പോഴും ഒന്നുകൂടെ കാണാൻ നല്ല ഓറഞ്ച് കളർ ആകുമ്പോൾ അത് നല്ല രസമാണ്. അതിനിപ്പം മഞ്ഞാലം വരുമ്പോഴാണ്. ഐ ലവ് ബാരാമുള്ള. നമുക്കെന്നാ തിരിച്ചു പോയാലോ? പോയേക്കാം. നല്ല തിരക്കായി റോഡിൽ. ഉറയും ഗുൽമർഗും ഒക്കെ ബാരാമുള്ളക്ക് അടുത്തുള്ള സ്ഥലങ്ങളാണ്. JK5 ആണ് ഇവിടുത്തെ രജിസ്ട്രേഷൻ. ബാരാമുള്ള JK5. ഓഫീസ് ഓഫ് ദ ഡെപ്യൂട്ടി കമ്മീഷണർ ബാരാമുള്ള. കളക്ടറേ ഔദ്യോഗിക വസതിക്ക് പറയുന്ന പേരെന്നാന്നറിയോ ഇവിടുത്തെ ബാരാമുള്ളയുടെ? ഇല്ല, എന്നതാ പറയുന്നേ? ജലം ഹൗസ്. ജലം ഹൗസ്. നദിയുടെ പേര് തന്നെ. ജലം നദിയല്ലേ ഇതിലെ ഒഴുകുന്നത്. ജലം ഹൗസ്. എലിവേറ്റഡ് ഹൈവേ ഒക്കെ പണിത് വരുന്നുണ്ട്. ഇത് വരുമ്പോൾ നേരെ ബാരാമുള്ള ടച്ച് ആകാതെ നേരെ ഉറയിലേക്ക് പോകാം. ബാരാമുള്ള ബൈപ്പാസ് പോകാം. അതെ, നമ്മളൊരു ആപ്പിൾ തോട്ടത്തിൽ വന്ന കണ്ടോ? ആപ്പിളുകൾ നിൽക്കുന്നത് കണ്ടോ? നല്ല ചുമന്ന് നിൽക്കുന്നു. അതൊന്നും ഇനിയും വലിപ്പം വെക്കുന്ന ആവുന്നതേ ഉള്ളല്ലേ കളറ്? വിളയണ 1 മാസം കൂടെ, 1.5 മാസം കൂടെ കഴിയണം. ഇല്ല, വലിപ്പമാവും, കളറും ആവും. ഇതെല്ലാവേ ചുവന്ന കളർ ആകുന്ന ആപ്പിളാ. ഇപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ പച്ച കളറല്ലേ, പച്ച നീ ചുവപ്പാകുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ വെയിലടിക്കുന്നിടം ചുവന്ന് വരും. അങ്ങനെ പറഞ്ഞേ. ഇതുണ്ടോ? ഇതിനെ ഈ വെയിലടിക്കാത്തടം കണ്ടോ? അപ്പം വിളഞ്ഞായി പറിക്കും. വിളഞ്ഞായി പറിച്ചു കഴിയുമ്പം ബാക്കി അടുത്ത ഇതുണ്ടോ അടി കിടക്കുന്ന ഇതിനൊക്കെ വെയിലടിക്കും, അപ്പം ചുവപ്പാവും. ഇതെല്ലാം വെയിലടിക്കാത്തടത്തുള്ളതാണ് ഈ പച്ചക്കറി നിൽക്കുന്നത്. പിന്നെ അത് തന്നെ ഇച്ചിരി വളർച്ച എത്താനുണ്ട് കേട്ടോ. നല്ല റെഡ് കളറാവും. പിന്നെ പല ഐറ്റം ഉണ്ട്, പല സൈസ്. ഇത് റെഡ് ആയതാണ്. അതെല്ലാം വിളയാനുള്ള.
പക്ഷെ ഒരേ പ്രായത്തിൽ എല്ലാം ഒരുമിച്ച് പറിക്കുകയല്ലോ കേട്ടോ. വിളഞ്ഞ ആദ്യം പറിക്കുക. ആദ്യം പറിക്കാം. ആ ഈ സൈസ് നമ്മൾ കേരളത്തിലേക്ക് ഏറ്റവും കൂടുതൽ വരുന്നത്. അതൊന്നും വളർച്ച എത്തിയിട്ടില്ല കേട്ടോ. വെറുതെ അല്ല നാട്ടിലോട്ട് ഇല്ലാത്തത് കൊണ്ടാ. ഇതെല്ലാം ആവണം. ആപ്പിൾ തോട്ടം നേരത്തെ കണ്ടിട്ടുണ്ടോ? ഇല്ല, ഞാൻ ആദ്യമായിട്ട് ആപ്പിൾ തോട്ടം കാണുന്നത്. തോട്ടം കണ്ടിട്ടുണ്ട്, പക്ഷെ ഇങ്ങനെ ആപ്പിൾ നിൽക്കുന്ന ആദ്യമായിട്ട് കാണുന്നത്. വേറെ ഐറ്റം. ഇതും കൊള്ളാം അല്ലേ, നല്ല മെറൂൺ കളർ. ചുവന്നത്, നല്ല ചുവന്നത്. അത് പറിച്ചോ. ഒന്ന് തുടച്ചിട്ടൊന്ന് കടിച്ചു നോക്കി എങ്ങനെയുണ്ടോ. കണ്ടോ വെള്ളം ഒഴുകുന്നുണ്ടോ? നല്ല ടേസ്റ്റാ. വെള്ളം ഇങ്ങനെ ഒലിച്ചിരുന്നു വായിക്കാൻ തന്നെ. നമ്മൾ കടിക്കുമ്പോൾ തന്നെ അല്ലേ നിറഞ്ഞു വരും വെള്ളം. അപ്പോൾ ഈ തോട്ടം രാജാഭായിയുടെ തോട്ടമാണ്. രാജാഭായി ആപ്പിളൊക്കെ കയറ്റി വിടുന്നുണ്ട്. കേരള का नहीं ना, ज़्यादा कहाँ बेचते हैं? हम बेचते हैं ज़्यादा बिहार, कोलकाता, गया, बिहार लाइन ज़्यादा चलता है और हम मुंबई डालते हैं। मुंबई में हमारा चलता है। രാജാഭായിക്ക് 2-3 വണ്ടിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ബന്ധമാണ് ഞങ്ങൾ തമ്മിൽ കുറേ നാളായിട്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട ഹീരാഭായിയുടെ പഴയ ഓണറാണ്. അങ്ങനെയുള്ള ബന്ധമാണ്. കുറേ വർഷമായി. നല്ല വലിയ തോട്ടാണുള്ളത്. അതെ, കുറേ ഏരിയ ഉണ്ട്. കുറേ നടക്കാനുണ്ട്. ഇത് വേറെ ഐറ്റം കേട്ടോ. ഇത് ഡാർക്ക് ബ്രൗൺ കളറാണ്. അതെ, कम चांस है आप गिरने का। ഇത് ഇപ്പം തന്നെ നമ്മൾ 2-3 ഐറ്റം കണ്ടില്ലേ ഇതിനകത്ത്. ഇതുള്ളതോ മുന്തിരി കുറച്ചെടുക്കുന്ന പോലെ കുറച്ചെടുക്കുന്നു. ഇത് ഗ്രീൻ ആപ്പിളാ. ഗ്രീൻ ആപ്പിൾ. പക്ഷേ ഇതുണ്ട്, ഇതിലൊക്കെ ചെറിയൊരു ചുമന്ന ഷെയ്ഡ് ഉണ്ട്. വെയിലടിച്ചിട്ട് അത് ചെറുതായിട്ടേ ഉള്ളൂ. ചെറുതായിട്ടുള്ളൂ. ആപ്പിൾ പറിക്കാൻ കയറുന്ന ഏണിയാണ് അത്. അതെ, ഞാൻ ആദ്യം എണ്ണം കയറി പറിച്ചായിരുന്നു. ഇത് നല്ല ഹൈറ്റ് ആട്ടോ. ഇങ്ങനെ എന്താ ഇങ്ങനെ ആപ്പിൾ തോട്ടം മൊത്തം കാണാം. കുറേ എല്ലാം പൊഴിഞ്ഞു പോയിട്ടുണ്ട്. പൊഴിഞ്ഞു വന്നൊന്നും കൊള്ളത്തില്ല. തിരിച്ച് നമ്മൾ സോപ്പോരെത്തി. ഇവിടുത്തെ ഒരു മെയിൻ മാർക്കറ്റാണ് ഇക്ബാൽ മാർക്കറ്റ്. ഇവിടെ ഇന്നലെ നമ്മൾ രാത്രിയിലാണ് വന്നത്. രാത്രി വന്നപ്പോൾ ഒരു മനുഷ്യൻ പോലും ഇല്ലായിരുന്നു അല്ലേ. ഇപ്പോൾ കണ്ടോ എന്നെ തിരക്കാൻ നോക്കി. ഇത് ഇവിടുത്തെ ബസ് സ്റ്റാൻഡാണ്. ഇവിടെയെല്ലാം ഈ സുമോയൊക്കെ ട്രിപ്പ് വെക്കുന്ന വണ്ടികളൊക്കെ യൂണിയനാണ് എല്ലാവരും. ലോറിക്കാരുടെ യൂണിയനും ഉണ്ട്. വെളിയിൽ നിന്നുള്ള വരുന്ന വണ്ടികളൊന്നും വന്ന് ഇവിടെ ഓടാനും ട്രിപ്പ് വെക്കാനും ഒന്നും പറ്റിയില്ല. ഇവിടെ എല്ലാം മോഡലുള്ള വണ്ടിയാണ്, പഴയ വണ്ടികൾ കുറവാണ്. ഈ വണ്ടികളെല്ലാം ആപ്പിൾ കയറ്റാൻ വേണ്ടിയിട്ട് വന്ന് കിടക്കുന്ന വണ്ടികളാണ്. അപ്പോൾ തിരിച്ച് വീട്ടിലെത്തി. തിരിച്ച് നമ്മുടെ വീട്ടിലെത്തി. അതെ, അപ്പോൾ ഇനിയിപ്പം ഇന്നത്തെ കാര്യത്തിന് തീരുമാനമായി. ലോഡൊന്നുമില്ല. അപ്പോൾ ഇനിയും നാളെ ഇനിയും പ്രതീക്ഷകളാണ്. ഇനി നാളെ എന്താവും അറിയത്തില്ല, എന്നാലും പ്രതീക്ഷിക്കാം ലോഡാവുമെന്ന്. അതെ, ഇനി കേരളത്തിലേക്ക് കിട്ടുകയില്ല. ഇനി വേറെ എങ്ങോട്ടേലും നോക്കാം. എങ്ങോട്ടായാലും കിട്ടുന്ന എടുത്തോണ്ട് പോയേക്കാം ഇവിടുന്ന്. പൊടിയും ചൂടും. പിള്ളേരെ കാണാഞ്ഞിട്ട് അതാ പിള്ളേരെ കാണാഞ്ഞിട്ട് സങ്കടം. എങ്ങോട്ടെല്ലാം എടുത്തോണ്ട് പോയിട്ട് കാര്യമില്ലല്ലോ. വീട്ടിൽ ചെല്ലണ്ടേ? ലോഡ് വേണ്ട. അപ്പൊ വീട്ടിൽ ചെല്ലണമെന്ന് പറഞ്ഞാ എന്തേലും നാളെ കിട്ടുന്ന എടുത്തേക്കാം. അങ്ങനെ ആട്ടെ. അങ്ങനെ വരുമ്പോഴാണ് ഒക്കെ നാളെ നമുക്ക് പറ്റുന്ന വരുമെന്നേ. അത്രേ ഉള്ളൂ. സാരില്ല, വീഡിയോ കോളൊക്കെ ചെയ്തിരിക്കും 2 ദിവസത്തേക്ക്. നാളെ കൂടി ഇരുന്നാൽ മതിയാവും. നാളെ നമുക്ക് നോക്കാം. പ്രതീക്ഷയാണ്. നാളെ നമുക്ക് എന്തെങ്കിലും തീരുമാനം ഉണ്ടാക്കാം. ഇല്ലെങ്കിൽ അവരോട് ഇങ്ങോട്ട് വരാൻ പറയണോ? എന്തിനാ അത്രയ്ക്ക് ഇതില്ലെന്നൊക്കെ. അപ്പൊ നാളെ കാണാം. നാളെ കാണാം.